സോ ഹായ് ഓൾ, നമ്മൾ എന്ത് ചെയ്യാണ് പുതിയൊരു സെഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ റൊട്ടേഷണൽ മോഷന്റെ ഡിസ്കഷൻ ആണ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ കഴിഞ്ഞ ചാപ്റ്ററിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ലിവർ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പൊ ഇനി നമ്മൾ പഠിക്കാനുള്ളത് കുറച്ചും കൂടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഭാഗമാണ്. അപ്പൊ ഈ ചാപ്റ്റർ ഇനി ഒരു ക്ലാസ്സും കൂടെ മതി, അതും കൂടെ ആയാൽ ഈ ചാപ്റ്ററും കൂടെ തീരും. അതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് വോളിയം മൊത്തത്തിൽ തീർക്കും. ഓക്കെ, അപ്പൊ നമ്മളെ സെന്റർ ഓഫ് മാസ് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് മാസ് എന്താന്ന് ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഓക്കെ, സെന്റർ ഓഫ് മാസ് എന്തായാലും സെന്റർ ഓഫ് മാസ് സപ്പോസ് ഏതൊരു ബോഡി ആയിക്കോട്ടെ അതിന്റെ എല്ലാ മാസും എന്താ പറയാ ഒരു പോയിന്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ അതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയാ. മീൻസ് ആ ഒരു പോയിന്റിനാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയാ. CM എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് മാസ് പോലെ തന്നെ ഏതൊരു ബോഡിന്റെയും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരു പോയിന്റിലായിരിക്കും ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ ആ പോയിന്റിനെ പറയുന്ന പേരാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. CG എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ എല്ലാ ബോഡിന്റെയും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. സോ അതിനാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാം. ഓക്കെ, ഇനി അതല്ലാതെ വേറെയും ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതെന്താണ് ഡെഫിനിഷൻ? ഇതവിടെ ഇറ്റ് ഈസ് എ പോയിന്റ് വേർ ദ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ടോർക്ക് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് സീറോ. അതായത് റൊട്ടേഷൻ ആവുമ്പോൾ നമ്മൾ ഫോഴ്സിന് ടോർക്ക് എന്നാണ് പറയാ. ഓക്കെ, സോ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു ബോഡി ആയിക്കോട്ടെ ആ ബോഡിന്റെ എന്താ പറയാ ഒരു പോയിന്റിൽ എന്തായിരിക്കും ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ടോർക്ക്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സീറോ ആയിരിക്കും. സോ അതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു ബോഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ടോർക്ക് എത്രയെന്ന് ചോദിച്ചാൽ ദാറ്റ് വിൽ ബി സീറോ. ഓക്കെ, ടോ ജി എന്ന് കൊടുക്കുന്നുണ്ട്, കാരണം ഗ്രാവിറ്റേഷണൽ ടോർക്കാണ്. ഓക്കെ, സോ അതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഏതൊരു ബോഡി ആയിക്കോട്ടെ അപ്പോ എന്താ പറയാ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഗ്രാവിറ്റേഷണൽ ടോർക്ക് ടോ സ്മോൾ ജി എന്ന് കൊടുക്കാം, ക്യാപിറ്റൽ ജി എന്ന് കൊടുക്കാം. എന്തായിക്കോട്ടെ ടോർക്ക് അവിടെ സീറോ ആയിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ. ഓക്കെ, സോ അതാണ് പറഞ്ഞത് ഏതൊരു ബോഡിയിൽ എടുത്ത് നോക്കിയാലും അപ്പോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഗ്രാവിറ്റേഷണൽ ടോർക്ക് സീറോ ആണെങ്കിൽ ആ പോയിന്റിനെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ, അത്രയൊക്കെ ഉള്ളൂ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനം ഇനേർഷ്യ എന്താന്നുള്ളത് നമ്മൾ ലോസ് ഓഫ് മോഷനിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ റൊട്ടേഷണൽ മോഷനിക്ക് വരുമ്പോൾ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോഴും അതിനൊരു ടൈപ്പ് ഇനേർഷ്യ ഉണ്ട്. സോ ആ ഇനേർഷ്യക്ക് പറയുന്ന പേരാണ് റൊട്ടേഷണൽ ഇനേർഷ്യ. ഓക്കെ, ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല. അപ്പൊ ഒരു ബോഡി ഇപ്പോൾ റെസ്റ്റിലാണ് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ആ ബോഡി റെസ്റ്റിൽ തന്നെ നിൽക്കുക. അല്ലെങ്കിൽ ഒരു ബോഡി എന്താ പറയാ മോഷനിലാണെന്നുണ്ടെങ്കിൽ ആ ബോഡി മോഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതായത് ഏതൊരു ബോഡി ആയിക്കോട്ടെ അതിന്റെ ഏതാണോ സ്റ്റേറ്റ്, എന്താണോ അവസ്ഥ, അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് എന്ത്? ഇനേർഷ്യ. ഓക്കെ, റൊട്ടേഷൻ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇപ്പൊ എന്താ പറയുക ഒരു ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ബോഡി അങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കാനുള്ള ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കഴിവ്, സോ അതിന് പറയുന്ന പേരാണ് റൊട്ടേഷണൽ ഇനേർഷ്യ. ഓക്കെ, സോ നോക്കാം എന്താ റൊട്ടേഷൻ ഇനേർഷ്യന്റെ ഡെഫിനിഷൻ നോക്കാം. സോ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ റൊട്ടേഷന്റെ സ്റ്റേറ്റ് രണ്ടെണ്ണം, ഒന്നെങ്കിൽ റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം മോഷൻ. എന്തായിക്കോട്ടെ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡി അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഓഫ് റൊട്ടേഷൻ എന്താണോ അതിന് എന്താ പറയാ റെസിസ്റ്റ് ടു ചേഞ്ച് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ആ സ്റ്റേറ്റ് നിന്ന് മാറാണ്ടിരിക്കാനുള്ള കഴിവ്. സോ അതിനാണ് നമ്മൾ റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറയാറ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഓഫ് റൊട്ടേഷൻ രണ്ട് ടൈപ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റെസ്റ്റും അതേപോലെ യൂണിഫോം റൊട്ടേഷനും. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി റെസ്റ്റിൽ നിൽക്കുക. യൂണിഫോം റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഇപ്പൊ കണ്ടിന്യൂസ് ആംഗുലർ വെലോസിറ്റി ഒമേഗയിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ സപ്പോസ് 5 ആണെന്നുണ്ടെങ്കിൽ ആ 5 തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 6 7 അല്ലെങ്കിൽ 3 2 1 ഒന്നും ആവാണ്ടിരിക്കുക. ഓക്കെ, അതാണ് യൂണിഫോം റൊട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, സോ റൊട്ടേഷൻ ഇനേർഷ്യ മെഷർ ചെയ്യുന്നത് വേറൊരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്. അതിനെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. ഓക്കെ, സോ ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്നുള്ളത് നമ്മൾ പറയും. സോ അതിനെ പറ്റി നിങ്ങൾ വല്ലാതെ ബോധറാവണ്ട. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അതിനെ I എന്നാണ് ഡിനോട്ട് ചെയ്യുക. വെറും I അല്ല, ക്യാപിറ്റൽ I എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് റൊട്ടേഷണൽ ഇനേർഷ്യ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഡ്യൂ ടു ദിസ് നോ ഒബ്ജക്റ്റ് ക്യാൻ റൊട്ടേറ്റ് ബൈ ഇറ്റ്സെൽഫ് ഓർ നോ വൺ റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റ് ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്സെൽഫ്. അതായത് ഇപ്പൊ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്തു തുടങ്ങിയാൽ എന്താ പറയാ അതിനെ കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ഒരു എക്സ്റ്റേണൽ ടോർക്കോ ഫോഴ്സോ കൊടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഒരു ബോഡിക്ക് തന്നെ സ്വയമായിട്ട് ഇങ്ങനെ കറങ്ങാൻ പറ്റൂല, അതിനും എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഇത് കിട്ടണം. ഓക്കെ, അതാണ് ആ പറഞ്ഞതിന് അർത്ഥം. സോ റൊട്ടേഷൻ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബട്ട് അവിടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാധനം ഉണ്ട്, ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ.
ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ അതെന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, സോ എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ റൊട്ടേഷണൽ ഇനേർഷ്യ എന്നുള്ള ഒരു സംഭവം കൊണ്ടാണ് ഒരു ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഒറ്റയ്ക്ക് കറങ്ങാൻ പറ്റാത്തത്. നോ വൺ ഒബ്ജക്ട് ക്യാൻ റൊട്ടേറ്റ് ബൈ ഇറ്റ് സെൽഫ്, അതേപോലെ തന്നെ അതിന് സ്റ്റോപ്പ് ചെയ്യാനും പറ്റാത്തത്. ഓക്കെ, റൊട്ടേഷണൽ ഇനേർഷ്യ എന്നുള്ളത് കൊണ്ട്. അപ്പൊ നമുക്ക് റൊട്ടേഷണൽ ഇനേർഷ്യ നോക്കാം. സോറി, ഇത് റൊട്ടേഷണൽ ഇനേർഷ്യ എന്നാണ് പറയാ, ബട്ട് ശരിക്കും ഈ ഹെഡിങ് നിങ്ങൾ മാറ്റണം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നാക്കണം. എന്താക്കണം, അത് ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ദിസ് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ ഡീൽ ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ഐ ആണ്. സോ ക്യാപിറ്റൽ ഐ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത് സ്മോൾ ആയി പോയി. സോ ക്യാപിറ്റൽ ഐ ആണ്. സോ ഈ ഹെഡിങ് മാറ്റണം. എന്നിട്ട് നിങ്ങൾ എന്ത് കൊടുക്കണം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് ഹെഡിങ് കൊടുക്കണം. എന്ത് കൊടുക്കണം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് ഹെഡിങ് കൊടുക്കണം. സോ എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ നോക്കാം. എന്താ ഡെഫിനിഷൻ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ആൻഡ് ആക്സിസ്. സപ്പോസ് ഒരു റിജിഡ് ബോഡി, നമ്മൾ വിചാരിക്കുക, സപ്പോസ് എന്താ പറയാ, ഒരു റിജിഡ് ബോഡി ഇങ്ങനെ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഷേപ്പ് എന്തും ആവാം, അത് ഇവിടെ വിഷയമല്ല. ഓക്കെ, അപ്പോൾ റിജിഡ് ബോഡി കറങ്ങുന്ന ഒരു ആക്സിസ് ഉണ്ട് അല്ലെ. സോ റിജിഡ് ബോഡി കറങ്ങുന്ന ഒരു ആക്സിസ് സപ്പോസ് ഇതാന്ന് വിചാരിക്കാം. സോ റിജിഡ് ബോഡി കറങ്ങുന്ന ഒരു ആക്സിസ് ഇതാണ്. ഓക്കെ, അപ്പോൾ റിജിഡ് ബോഡി കറങ്ങുന്ന ഒരു ആക്സിസ് ഇതാണ്. സപ്പോസ് ഒരു ബോഡി ഈ ഒരു പാത്തിലാണ് കറങ്ങാന്ന് വിചാരിക്കുക. സോ സ്വാഭാവികമായിട്ടും ഇവിടെ എം എന്നുള്ള ഒരു ബോഡി കറങ്ങുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ആക്സിസ്. സോ ഈ ആക്സിസും എന്താ പറയാ, ഇതും തമ്മിലുള്ള ദൂരം സപ്പോസ് ആർ ആയിക്കോട്ടെ. ഈ ആക്സിസും ഇതും തമ്മിലുള്ള ദൂരം സപ്പോസ് ആർ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ്. ക്യാപിറ്റൽ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, എം എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ബോഡിന്റെ മാസ്, ആർ എന്ന് പറഞ്ഞാൽ ആ ബോഡിയും ആക്സിസും തമ്മിലുള്ള ദൂരം. പ്രത്യേകം നോക്കണം, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ആൻഡ് ആക്സിസ്. സോ എന്താ മൊമെന്റ് ഓഫ് ഇനേർഷ്യ? ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ്. സോ ആ കറങ്ങുന്ന പാർട്ടിക്കിളും അതേപോലെ തന്നെ ആക്സിസും തമ്മിലുള്ള ദൂരം, അതാണ് ആർ എന്ന് പറയുന്നത്. സോ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയി ഡിപ്പെൻഡ് ചെയ്യുന്ന ആരൊക്കെ? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്സിസും ആ പാർട്ടിക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇവിടെ പറയുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ആൻഡ് പൊസിഷൻ ഓഫ് ദ റൊട്ടേഷൻ ആക്സിസ്. അതായത് നേച്ചർ എന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഈ ആക്സിസ് എന്റെ പൊസിഷൻ മാറുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും, അതേപോലെ ഈ മാസ്, അതേപോലെ മാസ് മാറ്റുമ്പോഴും അത് മാറും എന്നൊക്കെ തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ പറഞ്ഞാൽ ആ ഇക്വേഷൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മാസും ആർ സ്ക്വയറും തമ്മിലുള്ള പ്രൊഡക്റ്റ്, അതിനാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, റൊട്ടേഷൻ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളോട് ചോദിക്കില്ല. ഏറെക്കുറെ റൊട്ടേഷൻ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നൊക്കെ തന്നെയാണ്. ഏറെക്കുറെ നമുക്ക് അങ്ങനെയും നമുക്ക് പറയാം. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന സാധനം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് പോകാം. സോ അടുത്ത സംഭവമാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ നമുക്ക് നോക്കാം റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എല്ലാവരും നിങ്ങൾ പഠിച്ചു. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് മാസ്. അപ്പൊ സെന്റർ ഓഫ് മാസും അതേപോലെ ദ റൊട്ടേഷണൽ ആക്സിസ് വിത്തിൻ ദ സിസ്റ്റം. അപ്പൊ സെന്റർ ഓഫ് മാസും അതേപോലെ തന്നെ ആ ബോഡി കറങ്ങുന്ന ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദാറ്റ് പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ പറയണം. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു റിജിഡ് ബോഡി ഉണ്ട്. റിജിഡ് ബോഡിന്റെ ഷേപ്പ് എങ്ങനെയാവട്ടോ, അത് നമ്മൾ വിഷയമല്ല. സപ്പോസ് നമ്മളെ റിജിഡ് ബോഡിന്റെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് അത് കറങ്ങുന്ന ആക്സിസ് ഇതാ ഇങ്ങനെയാണ്. സോ അത് കറങ്ങുന്ന ആക്സിസ് സപ്പോസ് എന്താ പറയാ, ഇതിലൂടെയാണ് ആ ആക്സിസ് കടന്നു പോകുന്നത് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, സോ ഇതിലൂടെയാണ് ആക്സിസ് കടന്നു പോകുന്നത്. പിന്നെ ഇതിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ, സെന്റർ ഓഫ് മാസ് ഒരിക്കലും സെൻട്രലാവണം നിർബന്ധമില്ല കേട്ടോ. സെന്റർ ഓഫ് മാസ് എവിടെയും ആവാം. സപ്പോസ് ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഐ റിപ്പീറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇങ്ങനെയുള്ള ഡിസ്റ്റൻസ് ഒന്നും പാടില്ല, കറക്റ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. ഓക്കെ, മീൻസ് ആ പോയിന്റും ആ ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ എങ്ങനെ വരും? സോ ഇതാണ് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഇവിടെ തൊട്ട് ആക്സിസ് വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങൾ വരക്കാൻ ശ്രമിക്കുക. ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. സോ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയാം, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോ പ്രത്യേകം നോക്കുക. ഇപ്പൊ ഈ റിജിഡ് ബോഡിന്റെ മാസ് എം ആന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ എമ്മോ സ്മോൾ എമ്മോ, ഞാൻ ക്യാപിറ്റൽ എം എന്ന് കൊടുത്തു. അതേപോലെ ഇതാണ് നമ്മുടെ ആക്സിസ്. ഈ ആക്സിസും സെന്റർ ഓഫ് മാസും തമ്മിലുള്ള ദൂരം കെ ആണ്. നേരത്തെ നമ്മൾ ആർ ആണ് കൊടുത്തത്. ഓക്കെ, സോ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ് അല്ലെ, അല്ലെങ്കിൽ സ്മോൾ ആർ സ്ക്വയർ ആണ്. ഓക്കെ, എം ആർ സ്ക്വയർ ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ. ബട്ട് ഇവിടെ ഐ ഈസ് ഈക്വൽ ടു മാസ് എന്താ, ക്യാപിറ്റൽ എം ആണ്.
സോ ക്യാപിറ്റൽ എമ്മിന്റെ ഇവിടെ r എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ആണ്, സോ ഇവിടെ r എന്ന് പറഞ്ഞാൽ k ആണ്. സോ I is equal to mk square. ഓക്കെ, നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ k ആണ് കിട്ടേണ്ടത്. സോ I by ഈ ഇൻറ്റു എമ്മിനെ താഴേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ എം ആവും, ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ എന്ന് കിട്ടും. ഈ സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. ഓക്കെ, അതാണ് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. കെ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ റൂട്ട് ഓഫ് എന്ത് കിട്ടി, ഐ ബൈ എം. ഐ എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനർഷ്യ, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ റിജിഡ് ബോഡി, റിജിഡ് ബോഡിന്റെ മാസ്. കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ ഇതാണ് ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് മാസ് ആൻഡ് ദ ആക്സിസ്, അതിനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ അത് കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് ഐ ബൈ എം ആണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ, എം എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ആണ്. സോ ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. സോ ദീസ് ഇക്വേഷൻസ് ആർ വെരി 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 ഇമ്പോർട്ടന്റ് ഇൻ ദ ലെവൽ ഓഫ് ബോത്ത് എൻട്രൻസ് എക്സാമിനേഷൻസ് ആസ് വെൽ ആസ് എന്താ പറയാ നിങ്ങളെ ബോർഡ് എക്സാമിനേഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മൊമെന്റ് ഓഫ് സിസ്റ്റം ഇനർഷ്യ ഓഫ് എന്താ പറയാ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. കുറെ സിസ്റ്റങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക, എന്നിട്ട് നമുക്ക് അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് വെറുതെ ഒന്ന് നോക്കി നോക്കാം, വലിയ സംശയമൊന്നും വേണ്ട. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. സപ്പോസ് വിചാരിക്കുക എന്റെ കയ്യിൽ ഒരു റിജിഡ് ബോഡി ഉണ്ട്, ഒക്കെ റിജിഡ് ബോഡിയാണ് എടുക്കുക, കാരണം റിജിഡ് ബോഡി എടുക്കാൻ പാടുള്ളൂ, കാരണം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. സപ്പോസ് ഇത്ര വലിപ്പമുള്ള ഒരു റിജിഡ് ബോഡിയാണ് എന്റെ കയ്യിലുള്ളത്. ഓക്കെ, സോ അതിന്റെ സെന്ററിലൂടെ ഒരു ആക്സിസ് കടന്നു പോകുന്നുണ്ട്, കടന്നു പോകണമല്ലോ, കാരണം ആക്സിസ് അതിന്റെ കൂടെ എബൌട്ട് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് അവർ ആക്സിസ്. സോ ആക്സിസ് വന്നു. ഇനി ഇതൊരു റിജിഡ് ബോഡി ആകുമ്പോൾ ഇതിൽ കുറെ പാർട്ടിക്കിൾ ഉണ്ട് അല്ലെ. സപ്പോസ് ഇവിടെ ഉള്ള പാർട്ടിക്കിളിന്റെ പേര് M1 ആണ്. ഓക്കെ, M1 ആണ്, അതും ഈ ആക്സിസ് തമ്മിലുള്ള ദൂരം R1. സപ്പോസ് അടുത്തൊരു പാർട്ടിക്കിൾ M2 ഉണ്ട്. സോ M2 ഈ പാർട്ടിക്കിളും തമ്മിലുള്ള ദൂരം R2. അടുത്തതായി ഇവിടെ M3 എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, അതിന്റെ ദൂരം R3. ഇനി വേണമെങ്കിൽ ഇവിടെയും പാർട്ടിക്കിൾ വരാട്ടെ, എവിടെയും വരാം. സപ്പോസ് ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ദൂരം M4 ആണ് പാർട്ടിക്കിൾ, ഇവിടെ R4. അങ്ങനെ പോയി 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 സപ്പോസ് എന്താ പറയുക ഇവിടെ MN എന്നുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്. സോ ആക്സിസും ഇവിടെ നിന്നുള്ള ദൂരം RN ആണ്. ഓക്കെ, RN ആണ്. സോ ഈ മൊത്തം സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും? സോ മൊത്തം സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണും. സോ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ക്യാപിറ്റൽ ഐ, ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ക്യാപിറ്റൽ ഐ. അപ്പൊ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കാണുന്നത്. അപ്പോൾ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കാണും? സോ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ, അതായത് ഈ സിസ്റ്റത്തിന്റെ മൊത്തം മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം ക്യാപിറ്റൽ ഐ ആണെന്ന്. ഓക്കെ, അപ്പൊ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഐ ആണ്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ ഇക്വേഷൻ എന്താണ്? mr സ്ക്വയർ ആണ്. സോ ആദ്യം ഈ പാർട്ടിക്കിളിനെ കാണണം. സോ ഇവിടെ മാസ് എന്ന് പറഞ്ഞാൽ M1 ആണ്, R എന്ന് പറഞ്ഞാൽ R1 ആണ്. സോ ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? M1r1 സ്ക്വയർ ആയിരിക്കും. സോ M1r1 സ്ക്വയർ പ്ലസ്, അപ്പൊ രണ്ടാമത്തിന്റെ എന്തായിരിക്കും? M2r2 സ്ക്വയർ ആയിരിക്കും അല്ലെ. അങ്ങനെ 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 പോകും. സോ M1r1 സ്ക്വയർ പ്ലസ് M2r2 സ്ക്വയർ പ്ലസ് എക്സെട്ര 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 എന്ത് വരും? ലാസ്റ്റ് n നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ് അല്ലെ. സോ Mn എന്ത് വരും? Rn സ്ക്വയർ എന്ന് വരും. ഓക്കെ, Mn Rn സ്ക്വയർ എന്ന് വരും. So the total moment of inertia കാണാനുള്ള equation I is equal to M1r1 square ഞാൻ I1 എന്ന് വിളിച്ചു, M2r2 square ഞാൻ I2 എന്ന് വിളിച്ചു, അങ്ങനെ M3r3 square I3 എന്ന് വിളിച്ചു അവസാനം Mn Rn square എന്ന് വിളിച്ചു, In എന്ന് വിളിച്ചു. സോ ഇതാണ് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, I1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മാസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, I2 എന്ന് പറഞ്ഞാലോ രണ്ടാമത്തെ മാസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, I1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മാസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? M1r1 സ്ക്വയർ, കാണാൻ ഇക്വേഷൻ മുകളിലുണ്ട്. I2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അങ്ങനെ പോയി പോയി nth പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയായിരിക്കും? Mn Rn സ്ക്വയർ ആയിരിക്കും. സോ ദിസ് ഈസ് ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സിസ്റ്റം. ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സിസ്റ്റം കാണാനാണ് നമ്മൾ ഇങ്ങനെ പറയാം. സോ അതോടുകൂടെ അതും കഴിഞ്ഞു. സോ ഇത് ചോദിക്കാൻ നിർബന്ധമൊന്നുമില്ല, അഥവാ ചോദിച്ചാൽ നിങ്ങൾ ഇതേപോലെ എടുത്ത് ചാർത്തി കൊടുക്കുക അല്ലെങ്കിൽ എഴുതി കൊടുക്കുക. സിമ്പിൾ അല്ലേ? വളരെ 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 സിമ്പിൾ ആയ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പഠിക്കുന്നത്. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടോ? ഇല്ല, ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. ഓക്കെ, ഇനി കോംപ്ലിക്കേഷൻസ് ആയ കുറച്ച് സാധനങ്ങൾ പറയാൻ പോകുന്നത്. സോ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞ ബേസിക് ഇക്വേഷൻ I is equal to mr സ്ക്വയർ ആണ്. R എന്ന് പറഞ്ഞാൽ പ്രത്യേകം നോക്കണം എന്താണ്? നമ്മളെ ആക്സിസും അതേപോലെ ആ പാർട്ടിക്കിൾ M എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി പ്രത്യേകം നോക്കണം, ഇനി നമുക്ക് കുറെ ഷേപ്പുകൾ ഉണ്ട്. അപ്പൊ ഈ ഷേപ്പുകളൊക്കെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഓക്കെ, ഓരോ ഷേപ്പിന് ഇപ്പൊ റിംഗ് ഉണ്ട്, അതേപോലെ സ്പിയർ ഉണ്ട്, അതേപോലെ റിംഗ് ഉണ്ട്, അതേപോലെ ഡിസ്ക് ഉണ്ട്, അങ്ങനെ കുറെ, പിന്നെ അതേപോലെ റോഡ് ഉണ്ട്, ഇങ്ങനെ കുറെ ഫിഗറുകൾ ഉണ്ട്. അതിനൊക്കെ ഓരോരോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. സോ ഓരോരോ ഇക്വേഷൻസ് ഉണ്ടാവും. നമ്മൾ ഒന്ന് രണ്ടെണ്ണം എക്സാമിന് വരുന്നത് മാത്രം ഡിറൈവ് ചെയ്യും,
ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മെല്ലെ അതിന്റെ ഇക്വേഷൻസ് ഒക്കെ അങ്ങോട്ട് കാണാപ്പാടം പഠിക്കും. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ കുറെ മെത്തേഡുകൾ ഉണ്ട്, എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂണിഫോം റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാം. ഓക്കെ, സോ ഇതാണ് ഹെഡിങ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ യൂണിഫോം റോഡ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ വൺ ഓഫ് ഇറ്റ്സ് എഡ്ജസ്. എന്താ ഒരു യൂണിഫോം റോഡ് എന്ന് പറഞ്ഞാൽ? യൂണിഫോം റോഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു സാധനമാണ് അല്ലെ. അപ്പൊ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഇതേ മാനിക്കത്തെ ഒരു സാധനമാണ്. ഓക്കെ, സോ ഇതാണ് റോഡ്. അപ്പൊ ഇതാണ് റോഡ്. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യയില് നമ്മൾ ആക്സിസ് എവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്സിസ് എവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ആക്സിസ് മാറുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറും. സപ്പോസ് ഇതാണ് നമ്മളെ റോഡ്, സോ ദിസ് ഈസ് അവർ റോഡ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ റോഡ് കേട്ടോ. സോ റോഡ് പറഞ്ഞാൽ നമ്മളെ വണ്ടി പോണ റോഡല്ല, ഇതാണ് നമ്മളെ റോഡ്. ഓക്കെ, സോ ഇനി നമ്മൾ ആക്സിസ് എവിടെ വെക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ യൂണിഫോം റോഡ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ വൺ ഓഫ് ഇറ്റ്സ് എഡ്ജസ്. നമ്മളെ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ആക്സിസ്, അതായത് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു എഡ്ജിലായിരിക്കണം. ഓക്കെ, സോ ഈ ഒരു എഡ്ജ് ആണെന്ന് പറയുന്നത്, എഡ്ജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തലപ്പത്തായിരിക്കണം, ഒരു എൻഡിലായിരിക്കണം. സോ ഈ ഒരു എഡ്ജിലൂടെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ പ്രത്യേകം പറയാണ് ഏതാണ് ഷേപ്പ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ റോഡാണ്. പിന്നെ എവിടെയാണ് ആക്സിസ്? പാസിംഗ് ത്രൂ വൺ ഓഫ് ഹിസ് എഡ്ജസ്. ഓക്കെ, സോ ഒരു എഡ്ജിലാണ് ഇതുള്ളത്. സോ ഇതാണ് നമ്മുടെ റോഡ്. സോ ഇതിങ്ങനെ ഇതിന് ചുറ്റും കറങ്ങും. ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങും. ഓക്കെ, ഇങ്ങനെ വട്ടത്തിൽ ഈ സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു ആംഗുലർ വെലോസിറ്റിയിലാണ് കറങ്ങുക, അത് വിഷയമല്ല. അതിന് ചുറ്റും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സോ കറങ്ങട്ടെ, അത് നമ്മളെ വിഷയമല്ല. സപ്പോസ് ഈ ഒരു എന്താ പറയാ റോഡിന്റെ ലെങ്ത്, സോ ഇനി അതാണ് ഇമ്പോർട്ടന്റ്. സപ്പോസ് ഈ ഒരു റോഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് തൊട്ട് ഇതുവരെയുള്ള ദൂരം, ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്മോൾ എൽ ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്. സ്മോൾ എമ്മോ ക്യാപിറ്റൽ എമ്മോ എന്ത് കൊടുത്തോ. ഓക്കെ, സോ ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് ഇത് എം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊത്തം മാസാണ്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഷേപ്പിന്റെ ഒരു ചെറിയ കഷ്ണം എടുക്കാൻ പോവാണ്. ഓക്കെ, സപ്പോസ് ഞാൻ ഈ ഒരു ഷേപ്പിന്റെ ഈ ഒരു ചെറിയ കഷ്ണം എടുത്തു, മീൻസ് ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ഒരു ചെറിയ കഷ്ണം എടുത്തു. ഓക്കെ, അപ്പോ ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ചെറിയൊരു കഷ്ണം എടുത്തു. അപ്പൊ ടോട്ടൽ മാസ് എം ആണ്. സോ ഇവിടെ ഒരു ചെറിയ കഷ്ണമാണ് അല്ലെ. സോ ഈ ചെറിയ കഷ്ണത്തിന്റെ മാസാണ് ഡി എം. ഓക്കെ, ഡി എം എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ മാസാണ്. ഓക്കെ, ഡി എം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ മാസാണ്. ഓക്കെ, വളരെ സ്മോൾ മാസാണ്. സോ ഡി എം എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ മാസാണ്. ഓക്കെ, അപ്പൊ ചെറിയ ഒരു ചെറിയൊരു കഷ്ണം എടുത്തു. സപ്പോസ് ഈ കഷ്ണത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡി എക്സ് ആണ്. ഓക്കെ, സോ ദ ലെങ്ത് ഓഫ് ദിസ് കഷ്ണം ഈസ് ഡി എക്സ്. ഓക്കെ, ഒരു ചെറിയ കഷ്ണം എടുത്തു, അതിന്റെ ലെങ്ത് എന്താണ്? ഡി എക്സ് ആണ് കേട്ടോ, ഡി എക്സ്. സോ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, സ്മോൾ ലെങ്ത് ആണ്. ഓക്കെ, ആ ചെറിയ പീസിന്റെ സ്മോൾ ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ ആ ചെറിയ പീസിന്റെ സ്മോൾ ലെങ്ത് ആണ്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത്, സപ്പോസ് എന്താ പറയാ, വിചാരിക്കുക ഈ ആക്സിസ് ഉണ്ടല്ലോ, നമ്മളിപ്പോ വരച്ച ഇവിടുത്തെ ഒരു ആക്സിസ് ഉണ്ടല്ലോ. സോ ഈ ഒരു ആക്സിസും ഈ ഒരു പീസും തമ്മിലുള്ള ലെങ്ത്, ഈ ഒരു ആക്സിസും ഈ ഒരു പീസും തമ്മിലുള്ള ലെങ്ത് സ്മോൾ എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ആക്സിസും ഈ ഒരു പീസും തമ്മിലുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്മോൾ എക്സ് ആണ്. ഓക്കെ, സോ എന്തൊക്കെയാ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്തു, ഈ റോഡിന്റെ ഒരു ചെറിയ കഷ്ണം എടുത്തു, അതിന്റെ ചെറിയ മാസമാണ് ഡി എം, അതിന്റെ ലെങ്ത് ഡി എക്സ് ആണ്. ഈ ചെറിയ കഷ്ണവും ഈ ആക്സിസും തമ്മിലുള്ള ദൂരമാണ് എക്സ്. ഓക്കെ, സോ ഇത്രക്കും സംഭവങ്ങൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണം. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ സാധനം കറങ്ങുമ്പോൾ അതിനുണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. സോ നമുക്ക് കാണേണ്ടത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. സോ നമുക്ക് എഴുതാം മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, മൊമെന്റ് എന്താ പറയാ ഓഫ് ഇനർഷ്യ, മൊമെന്റ് ഓഫ് ഇനർഷ്യ കേട്ടോ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സ്മോൾ, ഓക്കെ, ഓഫ് ദ സ്മോൾ സെഗ്മെന്റ്, ആ ചെറിയ സെഗ്മെന്റ്. ഓക്കെ, ഓഫ് ദ സ്മോൾ സെഗ്മെന്റ് ഡി എക്സ്. ഓക്കെ, അപ്പോ അതായത് ഈ ഒരു സെഗ്മെന്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം ഈ ഒരു ചെറിയ സെഗ്മെന്റിന്റെ ലെങ്ത് ഡി എക്സ് ആണ്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണും. ഓക്കെ, എന്നിട്ട് അതിനെ മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. ഓക്കെ, അല്ലാതെ ഒറ്റയടിക്ക് കാണാൻ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് അതിന്റെ മാസ് ഡി എം ആണ്, അതിന്റെ ലെങ്ത് ഡി എക്സ് ആണ്, അതിന്റെ എന്ത് കാണും, അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ ചെറിയ സെഗ്മെന്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഡി, ഓക്കെ, സെഗ്മെന്റ് ഡി എക്സ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഡി ഐ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഡി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, ഡി ഐ എന്ന് പറയുന്നത് സ്മോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ഓക്കെ, സ്മോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സെഗ്മെന്റ്. അപ്പൊ ഈ സെഗ്മെന്റിന്റെ എന്താ പറയാ ഓഫ് സെഗ്മെന്റ്, ഈ ചെറിയ സെഗ്മെന്റിന്റെ സ്മോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ഡി ഐ എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഡി ഐ എന്ന് പറയുന്നതിന്റെ ഡി ഐ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതിനെ മാത്രം നോക്കിയാൽ മതി, ഈ ചെറിയ സാധനത്തിനെ മാത്രം നോക്കിയാൽ മതി. നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേഴ്സിന്റെ ഇക്വേഷൻ എം ആർ സ്ക്വയർ ആണ് അല്ലെ. സോ ഡി ഐ എന്ന് പറഞ്ഞാൽ എം ആർ സ്ക്വയർ ആണ്. സോ ഈ ചെറിയ സെഗ്മെന്റിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എം ആണ് അല്ലെ. അപ്പൊ എം എന്ന് പറഞ്ഞാൽ ഡി എം ആണ്. ഇനി അടുത്ത ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെന്റും അതേപോലെ ഈ ആക്സിസും തമ്മിലുള്ള ലെങ്ത് ആണ് ആർ അല്ലെ. സോ ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എത്ര, എക്സ് ആണ്. സോ ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കല്ലേ. സോ ഡി ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. എം എന്ന് പറഞ്ഞാൽ ഡി എം ആണ്. സോ ഡി എം ഇൻറ്റു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് എത്ര, എക്സ് ആണ്. സോ ഡി ഐ ഇസ് ഈക്വൽ ടു ഡി എം ഇൻറ്റു എക്സ് സ്ക്വയർ. സോ ഞാനത് ഒന്നും കൂടെ താഴേക്ക് എടുത്ത് എഴുതാണ്. ഡി ഐ ഈസ് ഈക്വൽ ടു ഡി എം ഇൻറ്റു എന്താണ്, എക്സ് സ്ക്വയർ കിട്ടി. ഡി എം ഇൻറ്റു എക്സ് സ്ക്വയർ. സപ്പോസ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാത്തൊരു ടേം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്, അറിയെങ്കിൽ എഴുതി വെച്ചോളൂ. ഓക്കെ, ലീനിയർ മാസ് ഡെൻസിറ്റി. ഓക്കെ, ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഓക്കെ, ലീനിയർ മാസ് ഡെൻസിറ്റി നമ്മൾ മ്യൂ എന്നാ ഡിനോട്ട് ചെയ്യുക. മ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ആൽഫബറ്റ് ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ എം എന്ത് ചെയ്യുക, കുറച്ച് താഴത്തേക്ക് ഇടുക. സോ ഇതിനെ മ്യൂ എന്ന് പറയും. ഓക്കെ, ലീനിയർ മാസ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്, മാസ് പെർ ലെങ്ത് ആണ്. മാസ് ബൈ എന്താണ്, ലെങ്ത് ആണ്. ഓക്കെ, മാസ് ബൈ ലെങ്ത് ആണ്. അതായത് എന്താണ്, എം ബൈ എൽ ആണ് ലീനിയർ മാസ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, സോ നമുക്ക് അതാണ് കാണാനുള്ള ഇക്വേഷൻ. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്താം, മ്യൂ ഈസ് ഈക്വൽ ടു, അപ്പൊ നമ്മൾ ഇതിലൊക്കെ മാറ്റാൻ പോകണം. മ്യൂ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, എം ഓൾ ഡിവൈഡഡ് ബൈ എൽ എന്ന് കിട്ടി. മ്യൂ ഈസ് ഈക്വൽ ടു എം ഓൾ ഡിവൈഡ് ബൈ എൽ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം. അടുത്ത സ്റ്റെപ്പിൽ ഈ എല്ലിനെ നേരെ ഇങ്ങോട്ട് എടുത്തു. സോ നമുക്ക് എന്ത് കിട്ടി, മാസ് സ്മോൾ എം ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൽ എന്ന് കിട്ടി. മാസ് സ്മോൾ എം ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൽ. ഓക്കെ, ഇവിടെ എൽ എന്ന് പറയുന്നത് ഈ സെഗ്മെന്റിന്റെ ലെങ്ത് ആണ്. എൽ എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെന്റിന്റെ ലെങ്ത് ആണ്. അത് എത്ര, ഡി എക്സ് ആണ്. സോ എൽ എന്ന് പറഞ്ഞാൽ അവിടെ സെഗ്മെന്റിന്റെ ലെങ്ത് ആണ്. സോ എൽ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, സ്മോൾ എം ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. സ്മോൾ എം ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഈ സാധനത്തിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഡിഫറൻഷിയേറ്റ്. ഓക്കെ, ഡിഫറൻഷിയേറ്റ്. അപ്പോ എമ്മിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഡി എം ആണ്. ഓക്കെ, ഇത് എങ്ങനെയാന്ന് അടുത്ത വർഷമേ പഠിക്കുള്ളൂ. ഓക്കെ, എമ്മിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലോ ചെറിയൊരു കുഴപ്പം പറ്റി. ഓക്കെ, എമ്മിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഡി എം ആണ്. ഓക്കെ, എമ്മിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഡി എം ആണ്. മ്യൂ ഡി എക്സ് നിങ്ങൾ അങ്ങനെ തന്നെ ഇട്ടാൽ മതി, മ്യൂ ഡി എക്സ് എന്ന് ഇട്ടാൽ മതി. ഓക്കെ, ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ്. നേരത്തെ ഈ എൽ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ്. അതിപ്പോഴും അങ്ങനെ തന്നെ ഇട്ടു. ഓക്കെ, സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എം ഈസ് ഈക്വൽ ടു, ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, ഇതിനല്ല. സോ എമ്മിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി എം എന്ന് കിട്ടും. പിന്നെ മ്യൂ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു ഡി എക്സ് എന്ന്. സോ ഡി എം ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. ഡി എം ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ, മ്യൂ ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. ഇനി ചെറിയൊരു മാറ്റം നമ്മൾ വരുത്താൻ പോവാണ്. മ്യൂവിന്റെ ഇക്വേഷൻ എന്താണ്, എം ബൈ എൽ ആണ് അല്ലെ. സോ മ്യൂവിന്റെ ഇക്വേഷൻ എം ബൈ എൽ ആണ്. അപ്പൊ നമ്മൾ ഈ മ്യൂക്ക് പകരം എം ബൈ എല്ലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും, ഡി എം ഈസ് ഈക്വൽ ടു മ്യൂക്ക് പകരം സ്മോൾ എം ഓൾ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എന്ത് കിട്ടി, ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഡി എക്സ് എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയ ഒന്നാമത്തെ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഇതിന്റെ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഡി എമ്മിന് എന്ത് ചെയ്തു, ഒന്നാമത്തെ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഡി എം ഇൻ ദ ഫസ്റ്റ് ഇക്വേഷൻ. സോ നമുക്ക് എന്ത് കിട്ടും, ഡി ഐ ഈസ് ഈക്വൽ ടു ഡി ഐ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടി, അപ്പൊ നമ്മൾ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് കിട്ടും, ഡി ഐ ഈസ് ഈക്വൽ ടു ഡി എം എന്ന് പറഞ്ഞാൽ എന്താണ്, എം ബൈ എൽ ഇൻറ്റു എക്സ് ആണ് അല്ലെ. സോ എം ബൈ, ഓക്കെ അല്ലെ, എം ബൈ എന്താ പറയാ, എൽ ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലെ. എം ബൈ എൽ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. ഡി എക്സ് ഇൻറ്റു എന്ത് കിട്ടി, എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ നമുക്ക് ഡി ഐ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, ഡി ഐ ഈസ് ഈക്വൽ ടു എം ബൈ എൽ ഇൻറ്റു എന്ത് കിട്ടി, ഡി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിനെയാണ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സോ ഇന്റഗ്രേറ്റ്. ഓക്കെ, എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ്. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇന്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വരട്ട് കൊടുത്താൽ മതി. സോ ഇന്റഗ്രൽ ഡി ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എം ബൈ എൽ ഇൻറ്റു എന്ത് കിട്ടും, എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. ഇന്റഗ്രേറ്റ് എന്ന് പറയുമ്പോൾ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇന്റഗ്രൽ ഡി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ആണ്. സോ ഇന്റഗ്രൽ ഡി ഐ എന്ന് പറഞ്ഞാൽ ഐ ആണ്. അറിയാത്തവർ എഴുതി വെക്കുക, ഇന്റഗ്രൽ ഡി ഐ എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഓക്കെ, അതൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇന്റഗ്രൽ ഡി ഐ എന്ന് പറഞ്ഞാൽ ഐ ആണ്. സോ ഐ ഈസ് ഈക്വൽ ടു, ഇവിടെ എം ബൈ എൽ കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുത്തു.
സോ എം ബൈ എൽ കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രൽ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഹോൾ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ ആണ്. ഇവിടെ എൻ 3 അല്ലേ, സോ ഇവിടെ എൻ 3 ആകുമ്പോൾ എന്ത് വരും, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ സോറി എൻ 2 ആണ് അല്ലേ, സോ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. സോ എന്ത് ആൻസർ, എക്സ് എക്സ് റേസ് ടു 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1. സോ എന്ത് കിട്ടും, എക്സ് ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. ഇത് പണ്ട് പഠിപ്പിച്ചു തന്നിരുന്നു. സോ ഇവിടെ നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, ഇന്റഗ്രൽ എന്ത് കിട്ടും, ഇന്റഗ്രൽ സോറി ഇവിടെ ലിമിറ്റും കൂടെ കൊടുക്കണം, 0 to L എന്ന് ലിമിറ്റ് കൊടുത്തോളൂ. സോ നമുക്ക് എന്ത് കിട്ടും ആൻസർ, സോ ഐ ഈസ് ഈക്വൽ ടു എം ബൈ എൽ ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3 ആണ്. സോ എക്സ് ക്യൂബ് ബൈ 3 ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, 0 കൊടുക്കുക, L കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ 3നെ പുറത്തേക്ക് എടുത്തോളൂ. സോ ഐ ഈസ് ഈക്വൽ ടു എം ബൈ 3L എന്ന് വരും. 3L ഇൻറ്റു എന്ത് കിട്ടും, 3L ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്, എക്സ് ക്യൂബ് 0 കൊടുത്തു, L കൊടുത്തു. ഓക്കെ, ഇത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് അല്ലേ. സോ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ആദ്യം എക്സിന് L കൊടുത്താൽ മതി. സോ എക്സിന് L കൊടുക്കുമ്പോൾ എക്സ് ക്യൂബിന് എന്ത് വരും, L ക്യൂബ് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ഇവിടെ 0 കൊടുത്താൽ 0 ആണ്, അതിന് നോക്കണ്ട. സോ അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടും, ഐ ഈസ് ഈക്വൽ ടു എം ബൈ 3L ഇൻറ്റു 0 to L അല്ലേ, എല്ലിന് എക്സിന് നിങ്ങൾ എന്ത് കൊടുക്കുക, L കൊടുക്കുക. സോ L ക്യൂബ് ഒന്ന് കിട്ടും. സോ L ക്യൂബ് കിട്ടി. ഓക്കെ, അത് L ക്യൂബ് ആണ്. സോ അത് നമുക്ക് വെട്ടിക്കളയാനുള്ള ചാൻസും ഉണ്ടോ, യെസ്. ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെ ഒരു L ക്യൂബ് ഉണ്ട്. സോ ക്യൂബ് വെട്ടിക്കളഞ്ഞാൽ ഇവിടെ സ്ക്വയർ ആവും. സോ പ്രത്യേകം നോക്കണം, ഒരു റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഐ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, എം എൽ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. സോ ഐ ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 3. ഓക്കെ, സോ ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഇത് ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. സോ ഐ ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ബൈ 3. ഓക്കെ, ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്ത് കുറച്ച് ലെങ്തി സ്റ്റെപ്പ് ആണ്, നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. മനസ്സിലായെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കണ്ടു നോക്കുക, അപ്പൊ കുറച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് എപ്പോ മാത്രമാണ്, ഇത് ഇങ്ങനെ റോഡ് തന്നിട്ട് ആ റോഡിന്റെ ആക്സിസ് ഇതാ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ, അതായത് ഒരു എൻഡിലാണെങ്കിൽ മാത്രമാണ് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ബൈ 3. ഓക്കെ, ഇത് ഇങ്ങനെ ആകുമ്പോഴാണ് എം എൽ സ്ക്വയർ ബൈ 3. ഇതിന്റെ പൊസിഷൻ എങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയാൽ ഇതെന്ത് ചെയ്യും, മാറും. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. സോ ഒരു റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആക്സിസ് ഒരു എഡ്ജ് കൂടെ പോവാണെങ്കിൽ മാത്രം ഐ ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ബൈ 3 ആണ്. സോ ലെറ്റ്സ് ഡു എ പ്രോബ്ലം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ പ്രോബ്ലം ഇരിക്കും, ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ എന്ന് കൊടുക്കുകയാണ്. ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ യൂണിഫോം റോഡ്. വേണ്ട, ഞാൻ വെറും റോഡ് എന്ന് കൊടുക്കുകയാണ്. ഓഫ് എ റോഡ് എബൌട്ട് ആൻ ആക്സിസ്, എന്താ പറയാ, ആൻ ആക്സിസ്. ഓക്കെ, എബൌട്ട് ആൻ ആക്സിസ് എന്താ പറയാ, ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ and perpendicular to it. ഓക്കെ, സോ ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ ഇപ്പൊ നിങ്ങളെ ഞാൻ വളരെ ബേസ് ആയിട്ട് പഠിപ്പിച്ചു തരാം. സോ നമ്മളെ കയ്യിൽ ഒരു റോഡ് ഉണ്ട്. സോ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്, റോഡ് ഉണ്ട്. സോ റോഡിന്റെ ആക്സിസ് ആയി കൂടെ പോകുന്നത്. ഓക്കെ, റോഡിന്റെ ആക്സിസ് സെന്ററിൽ കൂടെയാണ് പോകുന്നത്. റോഡിന്റെ ലെങ്തി അല്ല കേട്ടോ, മൊത്തം ലെങ്തി അല്ലാണ്. സോ ഇതിന്റെ ആക്സിസ് നേരെ സെന്ററിൽ കൂടെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരം L/2 ആവും, ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരം L/2 ആവും. ഓക്കെ, നമുക്ക് ആകെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ പറയാ, ആക്സിസിലുള്ള കാണാനുള്ള ഒരൊറ്റ ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു എന്താണ്, എം എൽ സ്ക്വയർ ബൈ 3 ആണ്. നമുക്ക് ആകെ അറിയുന്ന ഇക്വേഷൻ ആണത്. ഓക്കെ, ഇവിടെ L എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ L എന്ന് പറഞ്ഞാൽ ഈ സെന്ററിൽ നിന്ന്, അതായത് ഈ എഡ്ജിൽ നിന്ന് ഇതുവരെയുള്ള ദൂരമാണ് L, എന്താ പറയാ, നമ്മൾ എടുക്കേണ്ട ദൂരം. സോ ഇവിടെ L എന്ന് പറഞ്ഞാൽ L/2 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ L എന്ന് പറഞ്ഞാൽ L/2 ആണ്. സോ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ഐ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു L എന്ന് പറഞ്ഞാൽ L/2. സോ L സ്ക്വയർ എന്ന് പറഞ്ഞാൽ L സ്ക്വയർ ബൈ 4. സോ L എന്ന് പറഞ്ഞാൽ L/2, സോ L സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, L സ്ക്വയർ ബൈ 4. സോ എം L സ്ക്വയർ ബൈ 4 ഓൾ ഡിവൈഡഡ് ബൈ 3. ഓക്കെ, സോ എന്ത് കിട്ടും, ആ താഴേക്ക് 4 ഇറക്കിടുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ബൈ 4 ഇൻറ്റു 3 12 എന്ന് കിട്ടും. ഓക്കെ, സോ ഒരു റോഡിന്റെ എങ്ങനെ പോയാൽ, ഒരു റോഡിന്റെ സെന്ററിൽ കൂടെ പോയാലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ബൈ 12 ആണ്. അറിയാത്തവർ എഴുതി വെക്കണം, അല്ല അത് റിസൾട്ട് ആണ്, അങ്ങനെ തന്നെ പഠിക്കുക. സെന്ററിൽ കൂടെ പോയാൽ എം എൽ സ്ക്വയർ ബൈ 12. ആ സാധനം ആക്സിസ് ആയി കൂടെ പോയാൽ, എഡ്ജിൽ കൂടെ പോയാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും, എം എൽ സ്ക്വയർ ബൈ 3.
ഓക്കെ, രണ്ടും ഡിഫറെന്റ് ആണ്. ഇനി ഞാനിപ്പോ ഇത് എവിടെയും വെക്കാം. അപ്പൊ അതൊക്കെ വെക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നേരിട്ട് കൊടുക്കാൻ പാടില്ല. അതിന് നമുക്ക് കുറെ വഴികളുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതോടുകൂടെ ആ സെക്ഷനും നമ്മൾ തീർത്തു. ഓക്കെ, അപ്പൊ അതോടുകൂടെ ആ ഒരു സെക്ഷനും നമ്മൾ തീർത്തു. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ പോയി പഠിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷൻ പോയി പഠിക്കാം. അടുത്ത സെക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് സെക്ഷൻ ഈസ്, ഓക്കെ, അപ്പൊ അടുത്ത സെക്ഷൻ എന്താണെന്ന് നമുക്ക് വെറുതെ പോയി നോക്കാം. ഓക്കെ, സോ അപ്പൊ റോഡ് കഴിഞ്ഞു. അപ്പൊ റോഡിന്റെ രണ്ട് കേസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് റിങ്ങിന്റെ കേസ് നോക്കാം. ഓക്കെ, റോഡ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി അടുത്ത റിംഗ് ആണ്. റിംഗ്. ഓക്കെ, റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയാം. ഓക്കെ, മോതിരം. ഓക്കെ, മോതിരം പോലത്തെ ഒരു സാധനം. ഓക്കെ, റിംഗ്. ഓക്കെ, സോ നമുക്ക് റിംഗ് പഠിച്ചു നോക്കാം. റിംഗ് ഇതേമാതിരിക്കാണ്. അപ്പൊ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് എന്താ പഠിക്കുന്നത്? റിംഗ് ആണ്. റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഈ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അപ്പൊ നമ്മുടെ കയ്യിൽ റിംഗ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്താണ്? ഒരു റിംഗ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ കയ്യിലുള്ള റിംഗ്. ഓക്കെ, റിംഗിന്റെ സെന്ററിൽ കൂടെയാണ് ആക്സിസ് പാസ് ചെയ്യുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഈ സെന്റർ. ഓക്കെ, സോ നമുക്ക് സെന്ററിൽ കൂടെ തന്നെ പാസ് ചെയ്യണം. സോ ഇതാണ് സെന്ററിൽ കൂടെയാണ് നമ്മൾ ആക്സിസ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നേരെ താഴോട്ട്. ഓക്കെ, സെന്ററിൽ കൂടെ തന്നെ പാസ് ചെയ്യണം. ഇതിന്റെ കുറച്ച് ചേരുന്നു തോന്നുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ക്ഷമിക്കുക എന്നോട്. നിങ്ങളത് കറക്റ്റ് സെന്ററിൽ കൂടെ തന്നെ വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നും കൂടെ വരക്കാം. അതാണ് ഒന്നും കൂടെ എനിക്ക് നല്ലത്. ഓക്കെ, അങ്ങോട്ട് വേണ്ട. കുറച്ച് ഞാൻ വരയിൽ ഭയങ്കര മോശമാണ്. പ്രത്യേകിച്ച് വിർച്വൽ സ്ക്രീനും കൂടെ ആകുമ്പോൾ പറ്റ മോശമാവും. അല്ലെങ്കിൽ വലിയ മെച്ചമൊന്നുമില്ല. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മളെ, ഇപ്പോ ഇത് റിംഗ് ആണ്. അപ്പൊ ആ റിംഗിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെയാണ് നമ്മളെ ആക്സിസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ ആക്സിസ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ ഏകദേശമൊക്കെ ഞാൻ അങ്ങോട്ട് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് വരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇത് റിംഗ് ആണല്ലോ, സോ ഡബിൾ റിംഗ് ആണ്. അപ്പൊ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇതിനെ അബൌട്ട് ആയിട്ട് ഇതേപോലെ വേറെ റിംഗും കൂടെ വരച്ചു കൊടുക്കണം. റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ മോതിരം. ഓക്കെ, മോതിരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ പ്രശ്നം എന്താ പറ്റിയ വെച്ചാൽ അതിനെ അബൌട്ട് ആയിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ റിംഗ്. ഓക്കെ, സോ ഇതാണ് നമ്മളെ റിംഗ്. ഇനി സെന്ററിൽ നിന്ന്, ഓക്കെ, ഇവിടെ സെന്റർ ഉണ്ട്. സോ സെന്ററിൽ നിന്ന് ഓക്കെ, അപ്പൊ ഈ റിംഗിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ സെഗ്മെന്റ് കൺസിഡർ ചെയ്യണം. നേരത്തെ പറഞ്ഞ അതേപോലെ ഞാൻ ഇവിടെ ഒരു ചെറിയ സെഗ്മെന്റ് എടുത്തു. ഇപ്പൊ റിംഗിന്റെ മാസ് എന്ന് പറയുന്നത് സ്മോൾ എമ്മോ ക്യാപിറ്റൽ എമ്മോ സ്മോൾ എം ആയിക്കോട്ടെ. സോ ഞാൻ ഇവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കഷ്ണം എടുത്തു. ഓക്കെ, ഞാനിവിടെ ചെറിയ കഷ്ണം എടുത്തു. അപ്പൊ ഈ ചെറിയ കഷ്ണത്തിന്റെ മാസ് എന്ന് പറയുന്നത് DM ആണ്, നേരത്തെ എടുത്ത പോലെ. ഓക്കെ, ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R ആണ്. അതായത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഡിയസ്. ഓക്കെ, നമ്മൾ ഇനി കാണാൻ പോവാണ്. നേരത്തെ പറഞ്ഞ അതേപോലെ ആദ്യം നമ്മൾ ഈ ചെറിയ സെഗ്മെന്റിന്റെ കാണും, എന്നിട്ട് ഇത് മൊത്തം ഉള്ളത് കാണും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ കാണും? മൊമെന്റ് ഓഫ് എന്താ പറയാ ഇനേർഷ്യ, മൊമെന്റ് ഓഫ് എന്താ പറയാ ഇനേർഷ്യ ഓഫ് സ്മോൾ സെഗ്മെന്റ്. ഓക്കെ, സ്മോൾ സെഗ്മെന്റ് ആകുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ DI ആണ്. ഓക്കെ, DI ചെറുതാണല്ലോ. ശരിക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യ പറഞ്ഞാൽ I ആണ്. പക്ഷെ ഇവിടെ ചെറിയ സെഗ്മെന്റ് ആയതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ പറഞ്ഞാൽ I ആണ്. സോ I കാണാനുള്ള ഇക്വേഷൻ mr² ആണ്. ഇവിടെ M എന്ന് പറഞ്ഞാൽ DM ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ആണ്. അതെന്താ? സോറി, M സ്മോൾ R² എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ക്യാപിറ്റൽ R ആയാലും കുഴപ്പമില്ല. M എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. M എന്ന് പറഞ്ഞാൽ സ്മോൾ DM ആണ്. R എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R ആണ്. സോ R². അപ്പൊ DI is equal to എന്ത് വരും? DM into capital R² എന്ന് വരും. DM into capital R². ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിനെ സിമ്പിൾ പരിപാടിയാണ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇന്റഗ്രേറ്റ്. ഓക്കെ, ഇന്റഗ്രേറ്റ്. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടോടത്തും ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇന്റഗ്രൽ DI is equal to ഇന്റഗ്രൽ R² into DM. ഇവിടെ DM into R² ആയിരുന്നു. ഞാൻ R² into DM നിർത്തിയത്. അപ്പോ ഇന്റഗ്രൽ DI എന്ന് പറഞ്ഞാൽ I ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. is equal to R² കോൺസ്റ്റന്റ് ആണ്, പുറത്തുനിന്നെടുത്തു. സോ ഇന്റഗ്രൽ DM. ഓക്കെ, ഇന്റഗ്രൽ DI എന്ന് പറഞ്ഞാൽ I ആണ്. അതേപോലെ തന്നെ ഇന്റഗ്രൽ DM എന്ന് പറഞ്ഞാൽ എന്താണ്? M ആണ്. ഓക്കെ, ഇന്റഗ്രൽ D into ഏത് വന്നാൽ, അപ്പൊ ഇന്റഗ്രൽ DX എന്താണ്? X ആണ്. അങ്ങനെ ഏത് വന്നാലും X ആണ്. സോ I is equal to എന്ത് T. I is equal to DM എന്ന് പറഞ്ഞാൽ എന്താണ്? M ആണ്. സോ M into R². സോ I is equal to mr². അതായത് റിംഗ് എടുത്താൽ ഒരു റിംഗിന്റെ സെന്റർ കൂടെ, അതായത് പ്രത്യേകം സെന്റർ കൂടെ പാസ് ചെയ്യണം. ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്താൽ അതിന്റെ റേഡിയസ് R ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? I is equal to mr² ആണ്. I is equal to mr² ആണ്. ഓക്കെ, സോ നിങ്ങൾ പ്രത്യേകം അറിയാം I is equal to mr² ആണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ പ്ലെയിനിൽ കൂടെ പോകണം, സെന്ററിൽ കൂടെ പാസ് ചെയ്യണം. അതാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. കാണാനുള്ള ഇക്വേഷൻ എന്താണ്? I is equal to mr² ആണ്. സോ ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ഇക്വേഷൻ.
ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരേ ഒരു സാധനത്തിന്റെ ഡെറിവേഷൻ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും ആണ്. ഓക്കെ, അതൊക്കെ വളരെ എളുപ്പമുള്ള സംഗതികളാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം റോഡ് പഠിച്ചു, അതേപോലെ റോഡിന്റെ 2 കേസ് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആരെ പഠിച്ചേ? സോ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആരെ പഠിച്ചേ? നമ്മൾ വേറെ ആരോ പഠിച്ചു അല്ലെ? നമ്മൾ എന്ത് ചെയ്തു? റിങ് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ക് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ റോഡ് പഠിച്ചു, റിങ് പഠിച്ചു, ഇനി നമുക്ക് ഡിസ്ക് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ മൂന്നാമത്തെ ഡെറിവേഷൻ, ദിസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെറിവേഷൻ ഓഫ് ദിസ് സെക്ഷൻ. ഓക്കെ, സോ അവസാനത്തെ സെക്ഷൻ നോക്കാം. അവസാനത്തെ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഡിസ്ക് പാസിംഗ് ത്രൂ ഇസ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇസ് പ്ലെയിൻ. നേരത്തെ അതേ പറഞ്ഞ പോലെ ഡിസ്ക്. ഓക്കെ, എന്താ റിങ്ങും ഡിസ്കും തമ്മിലുള്ള വ്യത്യാസം? റിങ്, ഇതിപ്പോ റിങ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എംറ്റി ആയിരിക്കും, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ ഡിസ്ക് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഡിസ്ക് ഇങ്ങനെ ആയിരിക്കും അല്ലെ? സോ ഇവിടെ നമ്മൾ സാധാരണ CD ഡിസ്ക് പോലെ തന്നെ ഇവിടൊക്കെ എന്തായിരിക്കും? പാർട്ടിക്കിൾസ് കൊണ്ട് ഫിൽഡ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഡിസ്ക്. മറ്റേത് എന്താണ്? റിംഗ് ആണ്. ഓക്കെ, ഇത് റിംഗ് പറഞ്ഞാൽ ഉള്ളിൽ എന്തായിരിക്കും? എംറ്റി ആയിരിക്കും. ഡിസ്ക് പറഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡിസ്ക് വരക്കാം. ഓക്കെ, അപ്പൊ ഒരു ഡിസ്ക് വരക്കാം. സോ ഡിസ്ക് ഞാൻ വരക്കാൻ പോവാണ്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ. ഇതൊക്കെ എന്താന്നൊക്കെ അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അത് ഞാൻ വായിക്കുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് വരക്കാം. അപ്പൊ ഈ റിംഗ് നമ്മൾ വരക്കാൻ പോവാണ്. ഓക്കെ, സോ ഓക്കെ, അപ്പോ ഇതാണ് റിംഗ്. അപ്പൊ റിംഗിന്റെ എന്തായി? റിംഗിന്റെ ഇതായി. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വലിയൊരു വട്ടം കൂടെ വരക്കുക. ഓക്കെ, സോ ഇതാണ് റിംഗ്. ഓക്കെ, സോ ഏകദേശം ഇപ്പോൾ റിംഗ് ആയി. സോ ദിസ് ഈസ് അവർ റിംഗ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്സിസ് പാസ് ചെയ്യണം. സോ ആക്സിസ് എന്ത് ചെയ്യണം? സെന്റർ കൂടെ തന്നെ വേണം ആക്സിസ്. സോ ഒരു ആക്സിസ് നേരെ ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളെ ആക്സിസുകൾ. നമ്മൾ കറക്റ്റ് വരക്കണം. ഓക്കെ, സോ ദിസ് ഈസ് അവർ ആക്സിസ്. അപ്പൊ ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യണം? താഴോട്ടും ഇങ്ങോട്ടും വരക്കണം. അപ്പൊ എന്റെ വര കുറച്ച് അലമ്പാണ്, നിങ്ങൾക്ക് അറിയാം. സോ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ആക്സിസ്. ഓക്കെ, അപ്പൊ ഇതാണ്. ഇതിലൂടെ ഇങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇതിലൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. സോ ഈ റിംഗിന്റെ ഫുൾ മാസ് എന്ന് പറയുന്നത്, സോ ദ ഹോൾ മാസ് ഓഫ് ദ റിംഗ് ഈസ്, മാസ് അല്ല, ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടുന്നോട്ട് ഇതുവരെയാണ് ഇതിന്റെ റേഡിയസ്. ഓക്കെ, അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ R ആണ്. ഓക്കെ, ഈ സെന്റർ തൊട്ടിട്ട്, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ സെഗ്മെന്റ് എടുത്തു. ഇതിന്റെ മൊത്തം മാസ് ക്യാപിറ്റൽ M ആണ്. ഈ ചെറിയ സെഗ്മെന്റിന്റെ മാസ് DM ആണ്, ചെറിയ മാസ്. ഓക്കെ, ആ DM തൊട്ടിട്ട് ഇതുവരെയുള്ള ദൂരം സ്മോൾ r ആണ്. ഓക്കെ, ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ സ്മോൾ r ആണ്. ഓക്കെ, സ്മോൾ r ആണ്. നേരത്തെ പറഞ്ഞ ഒരു സെഗ്മെന്റ് എടുത്തു. ആ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കുന്നില്ല, DM ആണ്, സ്മോൾ r ആണെന്ന് മാത്രം മനസ്സിലാക്കുക. സോ നമുക്കറിയാം ആ ചെറിയ സെഗ്മെന്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഇക്വേഷൻ DI is equal to mr സ്ക്വയർ ആണ്. M എന്ന് പറഞ്ഞാൽ DM ആണ് അല്ലെ? സോ DM into R സ്ക്വയർ. R എന്ന് പറഞ്ഞാൽ ചെറിയ സ്മോൾ r ആണ്. സോ DM R. ഇനി നേരത്തെ ഇതിൽ നമ്മൾ ലീനിയർ മാസ് ഡെൻസിറ്റി എടുത്ത പോലെ പുതിയൊരു ഇക്വേഷൻ പഠിക്കാൻ പോവാണ്, ഏരിയൽ മാസ് ഡെൻസിറ്റി. ഓക്കെ, ലീനിയർ മാസ് ഡെൻസിറ്റി നമ്മൾ പഠിച്ചു. ഇത് ഏരിയൽ മാസ് ഡെൻസിറ്റി ആണ്. ഓക്കെ, ഏരിയൽ മാസ് ഡെൻസിറ്റി. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ റോ ആണ്. ഇതിന് നേരിട്ട് റോ ആണ്. സോ ഇതിന് നമ്മൾ റോ എന്നാ പറയാ. സോ അത് കാണാനുള്ള ഇക്വേഷൻ മാസ് ബൈ ഏരിയ ആണ്. അറിയാത്തവർ എഴുതി വെക്കുക. മാസ് ബൈ ഏരിയ ആണെന്ത്? ലീനിയർ മാസ് ഡെൻസിറ്റി. മാസ് ബൈ ഏരിയ. ഓക്കെ, സോ നമ്മൾ കാണാൻ പോവാണ്. സോ റോ ഈസ് ഈക്വൽ ടു മാസ് എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്? ക്യാപിറ്റൽ M തന്നെയാണ്. എനിക്ക് സ്മോൾ ഇഷ്ടമുള്ള എടുക്കാം. സോ M ബൈ ഏരിയ എന്ന് പറഞ്ഞത് ഒരു സർക്കിളിന്റെ ഏരിയ ആണ്. സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ R സ്ക്വയർ ആണ് അല്ലെ? പൈ ഇൻറ്റു R സ്ക്വയർ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ മാസിനെ ഇവിടെ നിർത്തിയിട്ട് ഈ പൈ R സ്ക്വയറിനെ ഇങ്ങോട്ട് എടുത്തു. നമുക്ക് എന്ത് കിട്ടും? M ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എന്ത് കിട്ടി? പൈ R സ്ക്വയർ കിട്ടി. റോ എന്നുണ്ടോ? പൈ R സ്ക്വയർ കിട്ടി. ഇനി ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഡിഫറൻഷിയേഷൻ ആണ് നിങ്ങൾക്ക് എന്താ പറയാ കുറച്ച് കൺഫ്യൂഷൻ വരിക. സോ ഡിഫറൻഷിയേഷൻ, എമ്മിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ DM ആണ്. ഓക്കെ, എമ്മിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് DM ആണ്. റോ ഇൻറ്റു പൈ കോൺസ്റ്റന്റ് ആണ്. സോ കോൺസ്റ്റന്റുകൾ അതേപോലെ എഴുതുക. റോ പൈ. R സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2R ആണ്. R സ്ക്വയർ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2R ആണ്. പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു DR എന്നും കൂടെ എഴുതണം. ഓക്കെ, കാരണം DR എന്നും കൂടെ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു R ആയിട്ടല്ല നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 2R കഴിഞ്ഞിട്ട് DR കൂടെ എഴുതാൻ പറഞ്ഞത്. ഇത് ഈ സ്റ്റെപ്പ് നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഇപ്പൊ തന്നെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യുക. കാരണം ഇത് എന്താന്ന് വെച്ചാൽ ഇത് പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? അങ്ങോട്ട് ബൈഹാർട്ട് ചെയ്യുക. കാരണം അത് എങ്ങനെ ഒന്നും എക്സാമിന് കയറി ചോദിക്കൂല. സോ അതിന്റെ ഒരു പേടിയൊന്നും വേണ്ട. ഓക്കെ, സോ DM ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? റോ പൈ R സ്ക്വയർ എന്ന് കിട്ടി. സോ റോ പൈ R സ്ക്വയർ എന്ന് കിട്ടി. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല. ഓക്കെ, ചെറിയ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ
ഒന്നുമില്ല, നിങ്ങൾ ഈ ക്യാപിറ്റൽ ആറിനെ ഒന്ന് സ്മോൾ ആർ ആക്കിയാൽ മതി. ഓക്കെ, ഞാനിവിടെ ക്യാപിറ്റൽ ആർ എഴുതിയില്ല, ഒന്ന് സ്മോൾ ആർ ആക്കിയാൽ മതി. ഓക്കെ, വേറെ ഒന്നുമില്ല, ക്യാപിറ്റൽ ആറിന് സ്മോൾ ആർ ആക്കുക. കാരണം നമ്മൾ എടുത്തത് ഈ ചെറിയ സെഗ്മെന്റ് ആണ്. ഓക്കെ, ഇപ്പോൾ സ്മോൾ ആർ സ്ക്വയർ ഇവിടെയും ഈ ആറിനൊക്കെ ഒന്ന് മാറ്റിയിട്ട് സ്മോൾ ആർ ആക്കിയാൽ മതി, ബാക്കിയൊക്കെ ഒന്ന് തന്നെ. ഓക്കെ, ആർ സ്ക്വയർ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2r dr ആണ്. ഓക്കെ, 2 സ്മോൾ ആർ dr ആണ്. ഓക്കെ, സോ ഇത് നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. 2r dr ആണ്. ഓക്കെ, സോ dm is equal to എന്ത് കിട്ടി? അപ്പൊ നമുക്ക് ഒന്നുകൂടെ അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. സോ dm is equal to എന്ത് കിട്ടി? 2 pi r, ഓക്കെ 2 pi റോ എന്ന് എഴുതാം, 2 pi r റോ r dr എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളെ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, di is equal to dm r square. Suppose this will be the equation number 1. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ di is equal to dm into r square ആണ് അല്ലെ. സോ di is equal to എന്താണ്? di is equal to dm into r square ആണ്. ഓക്കെ, dm into r square ആണ്. നമ്മൾ ഈ dm നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? di is equal to dm എന്താണ്? 2 pi റോ r dr ആണ്, r dr, പിന്നെ ഒരു r സ്ക്വയറും കൂടെ ഉണ്ട്. ഓക്കെ, ഒരു r സ്ക്വയറും കൂടെ ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? di is equal to 2 pi റോ r into r square r cube ആണ്. സോ r cube into dr ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യാ? ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇന്റഗ്രേറ്റ്. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടും? മൊത്തത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇവിടെ ഇന്റഗ്രേഷൻ കൊടുക്കണം, ഇവിടെ ഇന്റഗ്രേഷൻ കൊടുക്കണം. ഇന്റഗ്രൽ ഡി ഐ എന്ന് പറഞ്ഞാൽ ഐ ആണ്. സോ ഐ ഈസ് ഈക്വൽ ടു, ഇവിടെ 2 pi റോ ഒക്കെ കോൺസ്റ്റന്റ് ആണ്. സോ 2 pi റോ എന്ന് എടുത്ത് കോൺസ്റ്റന്റ് ആക്കി എടുത്ത് r ക്യൂബ് ഡി ആർ എന്ന് കൊടുത്തു. ഓക്കെ, r ക്യൂബ് ഡി ആറിന്റെ ഡിഫറൻഷ്യൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഫോർമുല വെച്ച് ചെയ്ത് നോക്കിയാൽ r റേസ് ടു 4 കിട്ടും. എന്താ കിട്ടുക? r റേസ് ടു 4 കിട്ടും. പ്രത്യേകം നോക്കുക, ലിമിറ്റ് 0 to r ഇടുക. ഓക്കെ, വെറുതെ ഇട്ടാൽ മതി 0 to r. അതായത് നമ്മള് എന്താ പറയാ, ഇതാണ് ഒറിജിന് ഈ മൊത്തം ദൂരം ആർക്കാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ 0 to r ഇടുക, ക്യാൻസൽ ആക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഇന്റഗ്രൽ r ക്യൂബ് ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? r റേസ് ടു 4 ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വരും? i ഈസ് ഈക്വൽ ടു, ഓക്കെ 2m ബൈ, ഓക്കെ ഒരു 2m r dr എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിൽ i ഈസ് ഈക്വൽ ടു 2 pi റോ, ഓക്കെ 2 pi റോ 0 to r ക്യൂബ് ഡി ആർ എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ റോ എന്ന് പറഞ്ഞ സംഗതി കണ്ടല്ലേ? ഓക്കെ, അപ്പൊ റോ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് ഇവിടെ. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാം. ഓക്കെ, റോ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, അപ്പൊ നമുക്ക് മാറ്റാം. ഓക്കെ, റോ എന്ന് പറഞ്ഞ ഏരിയ ഡെൻസിറ്റി ആണ്. സോ 2 pi into റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എവിടെയോ ഉണ്ടാവും സാധനം. ഓക്കെ, നമ്മൾ ഇതാ ഇവിടെ റോ എന്ന് പറഞ്ഞാൽ അത് അവിടെ എഴുതിയിട്ടുണ്ട്, m by pi r square ആണ്. സോ 2 pi into m by എന്താണ്? pi r square into ഇന്റഗ്രൽ r ക്യൂബ് ഡി ആർ എന്ന് പറഞ്ഞാൽ r raised to 4 ആണ്, 4/4 ആണ്. സോ r raised to 4/4, ഇവിടെ എന്ത് കൊടുക്കണം? 0 to r ലിമിറ്റ് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും? ഈ 4നെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്ത് കിട്ടും? i ഈസ് ഈക്വൽ ടു 2 pi into m by എന്ത് കിട്ടി? pi r square. 2 pi into m by pi r square into നിങ്ങളെ ഒരു 4നെ പുറത്തെടുത്തില്ലേ? സോ 1/4, ഓക്കെ ഇൻറ്റു r raised to 4, അത് ക്യാപിറ്റൽ r raised to 4 എന്ന് ഇട്ടാൽ മതി. ഓക്കെ, കാരണം ഇങ്ങനെ വരിക, ആറിനെ പുറത്തേക്ക് ഇടുന്നു. സോ r raised to 4 into 0 r എന്ന് വരിക. സോ ഇവിടെ എന്ത്? സ്മോൾ r ഈസ് ഈക്വൽ ടു r കൊടുക്കുക. സോ ദാറ്റ് വിൽ ബി r raised to 4. ഓക്കെ, ഇനി ഇവിടെ കുറെ ക്യാൻസൽ ആക്കാണ്ട്, അതിൽ പൈയും വെട്ടിക്കളയാം. ഓക്കെ, അത് പോയി. ഇവിടെ 2ഉം 4ഉം വെട്ടിക്കളയാം. സോ ഇവിടെ 2 ആയി. ഇനി ഇവിടെ ഒരു r സ്ക്വയറും r raised to 4ഉം വെട്ടിക്കളയാം. സോ ഇവിടെ മാറി പോയി 2 ആയി. സോ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിൽ ബി i ഈസ് ഈക്വൽ ടു m r square all divided by 2 എന്ന് വന്നു. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ. ഇത്രയും നേരം നമ്മൾ മല്ലി കെട്ടിയത് ഈ സാധനത്തിന് വേണ്ടിയാണ്. സോ പ്രത്യേകം നോക്കണം, ഇതൊരു ഡിസ്ക് ആണ്. അതായത് ഒരു ഡിസ്ക് ആണെങ്കിൽ, ഇതൊരു ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ സെന്ററിൽ കൂടെ പോവാണെങ്കിൽ i ഈസ് ഈക്വൽ ടു mr square by 2 ആണ്, ഡിസ്ക് ആണെങ്കിൽ മാത്രം. അതേപോലെ ആ സമയം റിംഗ് ആണെങ്കിലോ, ഇതിപ്പോ റിംഗ് ആണെങ്കിൽ സെന്ററിൽ കൂടെ പാസ് ചെയ്താൽ i ഈസ് ഈക്വൽ ടു mr square മാത്രമാണ്. സോ പ്രത്യേകം നോക്കണം, റിംഗിനും ഡിസ്കിനും രണ്ടും രണ്ടാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് എന്താ വെച്ചാൽ ആ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ അതേപോലെ ബൈഹാർട്ട് ചെയ്യുക. കാരണം അത് നിങ്ങൾക്ക് തറോ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ ഒന്നും പോരാ, അത് നമ്മൾ എന്ത് ചെയ്യണം? +2ക്ക് പോകണം, കുറെ പഠിക്കാണ്ട്. സോ അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇപ്പൊ അത് അങ്ങനെ ബൈഹാർട്ട് ചെയ്തോളാം. ഓക്കെ, ഇനി നമുക്ക് വളരെ 2 ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റും കൂടെ പറയാനുണ്ട്. ഓക്കെ, പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും. ഓക്കെ, അത് 2 തിയറങ്ങളാണ്. ആ 2 തിയറങ്ങൾ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏതിന്റെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പറ്റും. ഓക്കെ, ഏതിന്റെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പറ്റും. ഓക്കെ, നോക്കാം
എന്താണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്നുള്ളത് നോക്കാം നമുക്ക്. സോ നമുക്ക് നോക്കാം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ചോദിക്കും. So okay, ഇതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്. It states that the moment of inertia of a plane body about a perpendicular axis is equal to the sum of moment of inertia about two mutually perpendicular axes passing through the same axis and lying on the same plane. Okay. ഒന്നും മനസ്സിലായില്ലല്ലോ. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞത്? അപ്പോ പ്രത്യേകം നോക്കണം. പാസിംഗ് ത്രൂ സെന്റർ ഓഫ് മാസ് ആൻഡ് ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് വിച്ച് ഈസ് സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോറി, ഇത് തെറ്റാണ്. ഓക്കെ, ഇതല്ല അതിന്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പൊ ഞാൻ എടുത്തു തരാം. ഡെഫിനിഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. സോ ഇത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയർ ആയി പോയില്ല, നമ്മൾ പാരലൽ ആക്സിസ് തിയർ ആണ് നോക്കുന്നത്. ഓക്കെ, സോ ഇതാണ് പാരലൽ ആക്സിസ് തിയർ. സോറി, ഞാൻ ജസ്റ്റ് മാറി കോപ്പി ചെയ്തതാണ്. ഓക്കെ, സോ ഇവിടെ ഉണ്ട്, സാധനം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ കൺട്രോൾ സി. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോ ഇതാണ് നമ്മൾ പഠിക്കുന്നത്. സോ പാരലൽ ആക്സിസ് തിയർ, നേരത്തെ മുമ്പ് പറഞ്ഞ പെർപെൻഡിക്കുലർ ആക്സിസ് തിയർ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. So it states that അത് പറയുന്നത് എന്താ വെച്ചാൽ moment of inertia of an object about any axis is equal to the sum of moment of inertia about a parallel axis passing through the center of mass and the product of mass and the square of distance between them. അതായത് അത് പറയുന്നത് എന്താ വെച്ചാൽ, സപ്പോസ് നമ്മളെ കയ്യിൽ റിജിഡ് ബോഡി ഉണ്ട്. ഓക്കെ, നമ്മളെ കയ്യിൽ റിജിഡ് ബോഡി ഉണ്ട്. സോ ഈ റിജിഡ് ബോഡി, ഓക്കെ, moment of inertia of any object about any axis. സോ നമുക്ക് ഈ ഒരു റിജിഡ് ബോഡിന്റെ ഈ ഭാഗത്തുള്ള ഇവിടെ ഞാനൊരു ആക്സിസ് വെച്ചു. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ആക്സിസ് വെച്ചു. എന്താണ് ഇവിടെ നിന്ന് ഒരു ആക്സിസ് വെച്ചു. ഓക്കെ, ഇവിടെ ഒരു ആക്സിസ് വെച്ചു. എനിക്ക് ഈ ആക്സിസിൽ എബൌട്ട് ആയിട്ടുള്ള ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണം. ഓക്കെ, എവിടെയും വെക്കാം. ഇവിടെ വെക്കണമെങ്കിൽ ഇവിടെ വെക്കാം. ഇപ്പൊ ഇവിടെ വെക്കണമെങ്കിൽ ഇവിടെ വെക്കാം. എവിടെയും വെക്കാം. സോ എവിടെ വെച്ചാലും നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പറ്റും. സോ ഈ ഒരു ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് എങ്ങനെ കാണും? അങ്ങനെ കാണാനെങ്കിൽ ചോദിച്ചാൽ ഏത് ബോഡി ആയിക്കോട്ടെ, ആദ്യം ഇതിനൊരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. അതുപോലെ ഓബിയസ്ലി ഇതിനൊരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. സാധാരണ സെന്ററിലാണ് വരിക, സെന്ററിലാണ് നിർബന്ധമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ചെയ്യേണ്ടത് ആ റിജിഡ് ബോഡിന്റെ സെന്റർ ഓഫ് മാസിലൂടെ ഒരു ആക്സിസ് വരയ്ക്കുക. സോ ഇത് അതിന്റെ സെന്റർ ഓഫ് മാസ് ആണ്. സോ അതിന്റെ നടുവ് കൂടെ എന്ത് ചെയ്യുക? നമ്മളൊരു ആക്സിസ് വരയ്ക്കുക. ഓക്കെ, സോ അതിന്റെ നടുവ് കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു ആക്സിസ് വരയ്ക്കുക. ഓക്കെ, സോ അതിന്റെ നടുവ് കൂടെ നമ്മൾ ആദ്യം ഒരു ആക്സിസ് വരയ്ക്കുക. ഓക്കെ, നമ്മൾ അതിന്റെ നടുവ് കൂടെ, ഓക്കെ, ഒരേ ലെങ്ത് ഉള്ളതാണെങ്കിൽ അത്രയും സൗകര്യം, ഒരു ആക്സിസ് വരയ്ക്കുക. ഓക്കെ, അപ്പോ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് അബൌട്ട് ആയിട്ട് ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. സോ അതെന്ന് പറഞ്ഞാൽ ഈ സെന്റർ ഓഫ് മാസ് ആണ് ഈ പോയിന്റ്. സോ അതിനോട് അബൌട്ട് ആയിട്ടുള്ള ആക്സിസിലുള്ള സെന്റർ ഓഫ് മാസിനെയാണ് ICM എന്ന് പറയുന്നത്. എന്നിട്ട് ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ദൂരം എത്രയോ നോക്കുക. ഓക്കെ, അത് നമ്മുടെ ആക്സിസ് തമ്മിലുള്ള ദൂരം A ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് കാണേണ്ടത് ഇതിനെ അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. അങ്ങനെയെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ, പിന്നെ ഇതിന്റെ മാസ് M ആണെന്നും കൂടെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഏതൊരു ആക്സിസും തരികയാണെന്നുണ്ടെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ, അതായത് ഇതിന്റെ അബൌട്ട് ആയിട്ട് ഈ ബോഡി കറങ്ങുമ്പോൾ അത് കാണാനുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഇക്വേഷൻ I is equal to ICM plus MA square. So this is the equation to find out the moment of inertia. Okay. സോ നമ്മൾ എന്താ പറയുന്നത്? ഒന്നുമില്ല, നമുക്ക് ഏതെങ്കിലും ഇപ്പൊ ഇതിന് കുറച്ച് വിട്ട് വെച്ച് എവിടെ വെച്ചാലും ഒക്കെ അവിടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാം, ഈ ആക്സിസ്. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഈ ഒരു റിജിഡ് ബോർഡിന്റെ സെന്റർ ഓഫ് മാസിലൂടെ ഒരു ആക്സിസ് വരക്കും. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ICM. ഓക്കെ, സോ ICM എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഇനർഷ്യ പാസിംഗ് ത്രൂ സെന്റർ ഓഫ് ആക്സിസ്. പാസിംഗ് ത്രൂ സെന്റർ ഓഫ് ആക്സിസ്. പിന്നെ M എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മാസ് ഓഫ് റിജിഡ് ബോഡി. A എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ആക്സിസ്. സോ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. A എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ആക്സിസ്. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ആക്സിസ്. ഓക്കെ, അപ്പൊ എന്താ പാരലൽ ആക്സിസ് തിയറം പറയുന്നത്? അങ്ങനെ ഏത് നിങ്ങൾക്ക് കണ്ടെത്താം. നിങ്ങൾ ആദ്യം തന്നിരിക്കുന്ന ആക്സിസ് എവിടെയാണോ അത് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ആ ബോഡിന്റെ നടുവ് കൂടെ ഒരു ആക്സിസ് വരയ്ക്കുക. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിയുണ്ടാവും, ICM. അതിന് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് വരയ്ക്കുക. അതെന്താണ്? സ്മോൾ a. അങ്ങനെയെങ്കിൽ ആദ്യം നിങ്ങൾ ICM കാണുക പ്ലസ് MA സ്ക്വയർ ചെയ്താൽ മതി. സോ ഇനി ആ ഇതിലേക്ക് നോക്കൂ. It states that moment of inertia of an object about any axis, ഏത് ആക്സിസ് ആയിക്കോട്ടെ അതിലുള്ള moment of inertia എന്ന് പറയുന്നത് is equal to the, so I ആണ് ആ moment of inertia, is equal to the sum of plus ഇവിടെ ഉണ്ട്, sum of moment of inertia about a parallel axis passing through the center of mass. ഈ സെന്റർ ഓഫ് മാസിന് പാരലൽ ആയിട്ട് പാസ് ചെയ്യുന്ന, പ്രത്യേകം പറയണം, പാരലൽ ആയിട്ട് സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ്, അതാണ് ICM.
ഓക്കെ സോ സെന്റർ ഓഫ് മാസ് ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ. ഓക്കെ പ്രൊഡക്റ്റ് ഓഫ് മാസ് അതേപോലെ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ആക്സിസ്. രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിന്റെ സ്ക്വയർ എം എ സ്ക്വയർ. സോ പാരലൽ ആക്സിസ് തിയറം കാണാൻ പറഞ്ഞാൽ I is equal to ICM plus MA square ചെയ്താൽ you will get the answer. Okay, you will get the answer. So simple അല്ലേ, വളരെ സിമ്പിൾ ആണ്. ഇനി ഞാനൊരു ചോദ്യം കാണിച്ചു തരാം. അപ്പം കുറച്ചും കൂടെ അപ്പൊ പാരലൽ ആക്സിസ് തിയറം കാണാൻ ഇക്വേഷൻ എന്താണ്? I is equal to ICM plus MA square. ഓക്കെ സോ നമ്മൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. സോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞാൻ I എന്ന് കൊടുക്കുകയാണ്. ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ്. ഓക്കെ എന്താണ് ഓഫ് എ റിംഗ്? ഓക്കെ അബൌട്ട് ആൻ ആക്സിസ്. അബൌട്ട് ആൻ ആക്സിസ്. ഓക്കെ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ. ഓക്കെ പാസിംഗ് ത്രൂ ഏത് കൂടെ പാസ് ചെയ്യേണ്ടത്? അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ the edge and perpendicular to the plane. The edge and perpendicular to plane. Okay. So നമ്മളോട് കാണാൻ പറഞ്ഞത് find the moment of inertia of a ring. ഒരു റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കാണാൻ പറഞ്ഞത്. നമുക്ക് അത് റിംഗ് വരക്കണം. ഓക്കെ ചിത്രം വരയ്ക്കൽ മസ്റ്റ് ആട്ടോ. അപ്പൊ നമ്മൾ റിംഗ് വരച്ചു. ഓക്കെ എന്നിട്ട് എന്താ പറഞ്ഞേ? I of a ring about an axis passing to the edge and perpendicular to the plane. അതായത് ഈ ഒരു റിംഗിന്റെ ഒരു എഡ്ജ് കൂടെയാണ് നമ്മൾ ആക്സിസ് പാസ് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ ഈ ഒരു റിംഗിന്റെ ഒരു എഡ്ജിലൂടെ മീൻസ് ഒരു അറ്റത്ത് കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സാധനം പാസ് ചെയ്യുന്നത്. അതായത് കറക്റ്റ് അറ്റത്താണ് പാസ് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ നമുക്ക് ഇതാണ് കാണേണ്ടത്. ഓക്കെ സോ ഇത് കാണണമെങ്കിൽ നമ്മൾക്ക് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും. പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഇക്വേഷൻ എന്താണ്? I is equal to ICM plus എന്താണ്? MA square ആണ് അല്ലെങ്കിൽ MR square. സോ നമ്മളെ ഇങ്ങനെ കാണാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സർക്കിളിന്റെ അല്ലെങ്കിൽ ഈ റിംഗിന്റെ സെന്ററിൽ കൂടെ ഒരു ആക്സിസ് വരയ്ക്കുക. ഓക്കെ അപ്പൊ റിംഗിന്റെ സെന്ററിൽ കൂടെ ഒരു ആക്സിസ് വരയ്ക്കാൻ പോവാണ്. ഇപ്പൊ വ്യത്യസ്ത കളറിൽ വരയ്ക്കാൻ പോവാ കേട്ടോ. സോ ഇതിന്റെ സെന്ററിൽ കൂടെ ഞാൻ ഒരു ആക്സിസ് വരയ്ക്കാൻ പോവാണ്. ഓക്കെ അപ്പൊ വരയ്ക്കാം. ഓക്കെ സോ ഇതിന്റെ സെന്ററിൽ കൂടെ ഒരു ആക്സിസ് ഞാൻ വരയ്ക്കാൻ പോവാണ്. വരയ്ക്കാൻ പറ്റുമോ? യെസ് വെച്ചു. ഓക്കെ സോ സെന്ററിൽ കൂടെ ഞാനൊരു ആക്സിസ് വെച്ചു. ഓക്കെ സോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ICM എന്ന് പറയുന്നത്. ഓക്കെ ICM എന്ന് പറഞ്ഞാൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. സോ എ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. സോ ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണല്ലോ. സോ R ആണ്. സോ എ എന്ന് പറഞ്ഞാൽ R കിട്ടി. ഓക്കെ ഇനി ICM കിട്ടണം. ICM എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു റിംഗിന്റെ സെന്ററിൽ കൂടെ ഒരു ആക്സിസ് പാസ് ചെയ്താൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I is equal to MR square ആണെന്ന് ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ട്? പണ്ട് പറഞ്ഞിട്ടില്ല, അതിനെ കുറിച്ച് മുമ്പ് ഡെറിവേഷന് പറഞ്ഞിട്ടുണ്ട്. റിംഗ് ആണെങ്കിൽ I is equal to MR square, ഡിസ്ക് ആണെങ്കിൽ MR square by 2. സോ ICM എന്ന് പറയുന്നത് എന്താണ്? MR square ആണ്. സോ നമുക്ക് നേരെ ഇക്വേഷൻ കൊടുക്കാം. സോ എന്ത് കിട്ടും? I is equal to ICM എന്ന് പറഞ്ഞാൽ MR square ആണ്. സോ MR square പ്ലസ് ഇവിടെ M ആണ് അല്ലെ. സോ MR square പ്ലസ് ഇവിടെ വീണ്ടും M. ആ M തന്നെയാണ്. ഇൻറ്റു A square എന്ന് പറഞ്ഞാൽ R ആണ്. R square ആണ്. So MR square plus MR square എത്ര? I is equal to MR square plus MR square എത്ര? 2MR square. I is equal to MR square plus MR square 2MR square. ഓക്കെ സോ നിങ്ങൾ ആദ്യം ഇതിലൂടെ സെന്ററിലൂടെ ഒരു ആക്സിസ് വരയ്ക്കുക. ICM അത് നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. പിന്നെ ഇവിടെ ഓൾറെഡി ഒരു ആക്സിസ് ഉണ്ട്, അതിന് ഡിസ്റ്റൻസ് കാണാൻ കൊടുക്കുക. ഇത്ര ഉള്ള പരിപാടി. സിമ്പിൾ പരിപാടി അല്ലേ. സോ ഇത്ര പരിപാടിയുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഷേപ്പിന്റെയും കാണാൻ പറ്റും. ഇങ്ങനെ കുറെ ഷേപ്പ് ഉണ്ട്, ഏത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ഇപ്പൊ ഇതേ ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതേപോലെ എഴുതുക, പക്ഷെ ഒരു ചെറിയ മാറ്റം വരുത്തുക. ഇവിടെ അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചെയ്യാം. ഓക്കെ ഈ ക്വസ്റ്റ്യന് ചെറിയൊരു മാറ്റം വെക്കുക. ഓക്കെ ഈ ക്വസ്റ്റ്യന് ഒരു ചെറിയ മാറ്റം വെക്കുക. എന്താണ് നമ്മൾ മാറ്റം വെക്കേണ്ടത്? സപ്പോസ് ഇവിടെ ഇപ്പൊ നമ്മൾ റിംഗ് എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഓക്കെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിത്രം നിങ്ങൾക്ക് തരില്ല കേട്ടോ, നിങ്ങൾ വരക്കണം. സോ ഇവിടെ അതേപോലെ ഇവിടെ നമ്മൾ റിംഗ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ആ റിംഗ് മാറ്റി നമ്മൾ ഡിസ്ക് ആക്കുക. ഓക്കെ ആ റിംഗ് മാറ്റി ഡിസ്ക് ആക്കുക. പുതിയ ക്വസ്റ്റ്യൻ ആട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ എഴുതണം. അപ്പൊ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും? സോ സിമ്പിൾ. എങ്ങനെ കാണാൻ വളരെ സിമ്പിൾ ആണ്. I is equal to എന്ത് കിട്ടും? ICM പ്ലസ് എന്താ പറയാ MA square ആണ്. ICM പ്ലസ് MA square ആണ്. ഇവിടെ A എന്ന് പറഞ്ഞ R ആണ്, നേരത്തെ അതേപോലെ. ആകെ മാറ്റം എന്താണ്? ഇവിടുത്തെ സെന്റർ ഓഫ് മാസ് എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ അക്രോസ് ICM എന്താണ്? ഇത് പറഞ്ഞ ഡിസ്ക് ആണ്. ഡിസ്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ സെന്റർ കൂടെ പോയാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും? MR square by 2 ആയിരിക്കും. ഇനി നേരെ ഇവിടെ കൊടുത്താൽ മതി. സോ I is equal to MR square by 2 പ്ലസ് ഇവിടെ MA square ആണല്ലോ. അപ്പൊ M into A എന്ന് പറഞ്ഞ R ആണ്. സോ R square. സോ ഇത് ചെയ്താൽ you will get answer as I is equal to 3/2 MR square എന്ന് കിട്ടും. ഓക്കെ സോ സിമ്പിൾ അല്ലേ? വളരെ 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 സിമ്പിൾ ആയ സാധനമാണ്.
ഓക്കെ, സോ ഇത് രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ വളരെ സിമ്പിൾ ആണ്. സെന്ററിൽ കൂടെ പോകുന്ന സാധനത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾക്ക് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. അത് നമ്മൾ ഡിസ്കും റിങ്ങും റോഡൊക്കെ പഠിച്ചു. ഓക്കെ, സോ അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യണം. ഇനി വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ കാണിച്ചു തരാം. സപ്പോസ് വിചാരിക്കാം, സപ്പോസ് എന്താ പറയാ, നമ്മളൊരു റോഡ് ഉണ്ട്. ഓക്കെ, സോ നമ്മളെ കയ്യിൽ എന്താണ്, റോഡ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളെ കയ്യിൽ റോഡാണ്. സോ ഈ റോഡിന്റെ ലെങ്ത് L ആണ്. സോ നമുക്ക് കാണേണ്ടത് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കാണാം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ആക്സിസ് ഇതിന്റെ ഒരു എഡ്ജ് കൊണ്ടേ വെച്ചു. ഓക്കെ, ഈ ഒരു ആക്സിസ് നമ്മൾ ഇതിന്റെ എഡ്ജ് കൊണ്ടേ വെച്ചു. ഓക്കെ, സോ എഡ്ജ് കൊണ്ടേ വെക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ കാണാം. ഓക്കെ, അപ്പൊ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, I=ICM + MA² ആണ്. അത് നമുക്കറിയാം. സോ നമ്മൾ ആദ്യം ഇതിന്റെ സെന്ററിൽ കൂടെ ഉള്ളത് കാണണം. ഓക്കെ, സോ നമ്മൾ ആദ്യം സെന്ററിൽ കൂടെ ഉള്ളത്, നമ്മൾ സെന്ററിൽ എന്ത് ചെയ്യുക, റോഡ് വെക്കുക. ഓക്കെ, അപ്പൊ സെന്ററിൽ നമ്മൾ റോഡ് വെച്ചു. ഓക്കെ, അപ്പൊ സെന്ററിൽ കൂടെ ഉള്ളതാണ് ICM. ഓക്കെ, സെന്ററിൽ കൂടെ ഉള്ളതാണ് എന്താണ് CM. ഓക്കെ, ഇത് മൊത്തം ലെങ്ത് L ആണ്. സോ ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരം L/2 ആവും. ഓക്കെ, സോ A കിട്ടിയ എന്താണ്, L/2 ആണ്. പിന്നെ ICM എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, റോഡിന്റെ സെന്ററിൽ കൂടെ ഒരു ആക്സിസ് പോയാൽ ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന എന്താ പറയാ, അവിടെ ഉണ്ടാവുന്ന എന്ത്, ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mL²/12 ആണ്. mL²/12 ആണ്. സോ ഇനി ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ICM എന്ന് പറഞ്ഞാൽ mL²/12 ആണ് അല്ലെ. സോ I= എന്ത് കിട്ടി, ICM എന്ന് പറഞ്ഞാൽ mL²/12 പ്ലസ് MA². M × A എന്ന് പറഞ്ഞാൽ L/2 ആണ്. സോ A² എന്ന് പറഞ്ഞാൽ L²/4, mL²/4. ഓക്കെ, സോ ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് അതൊക്കെ ചെയ്ത് നോക്കുക. സോ ഓക്കെ, അപ്പോ അല്ല ചെറിയൊരു കുഴപ്പം, അല്ലെങ്കിൽ I=ICM + MA² കണ്ടു നോക്കുക. സോ ഒരു എഡ്ജിലുള്ളതാണ് നിങ്ങൾക്ക് കാണേണ്ടത് അല്ലെ. സോ ഇതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് ആൻസർ ആസ് I=ML²/3. I=ML²/3 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ടതാണ്. എന്തെങ്കിലും സംശയം തെറ്റുണ്ടെങ്കിൽ എന്നോട് പറയാം, നമുക്ക് കറക്റ്റ് ചെയ്യാം. mL²/3 കിട്ടേണ്ടതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം ചെയ്ത ഡെറിവേഷൻ. ഓക്കെ, അത് കിട്ടും, ചെയ്ത് നോക്കിയാൽ കിട്ടും. mL²/3 എന്ന് ചെയ്ത് നോക്കിയാൽ കിട്ടും. 16/4 കിട്ടും. ഇത് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോ പാരലൽ ആക്സിസ് തിയറം കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനത്തെ ഒരു ആക്സിസ് തിയറം കൂടെ ഉണ്ട്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓക്കെ, അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ഓക്കെ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓക്കെ, ഇത് പ്രോബ്ലം നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. സോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താന്ന് നോക്കാം. So this is our perpendicular axis theorem. Perpendicular axis theorem എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, perpendicular axis theorem എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് വെരി 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 സിമ്പിൾ. പാരലൽ ആക്സിസ് തിയറത്തിനേക്കാൾ എളുപ്പമാണ്. ഓക്കെ, അപ്പോ അത് പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the moment of inertia of a plane body about a perpendicular axis is equal to the sum of moment of inertia about the two mutually perpendicular axes through the same axis and lying on the same plane. Okay, സപ്പോസ് ഒരു റിജിഡ് ബോഡി ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും റിജിഡ് ബോഡി ആയിക്കോട്ടെ, റിജിഡ് ബോഡിന്റെ ഷേപ്പ് എന്തും ആവാം, നമുക്ക് വിഷയമേ അല്ല. ഓക്കെ, സോ നമുക്കൊരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒരു ബോഡി, ഇതപ്പോ നമ്മൾ റിജിഡ് ബോഡി. ഓക്കെ, അപ്പൊ റിജിഡ് ബോഡിക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും 3 ആക്സിസ് വരയ്ക്കാം. ഓക്കെ, എന്താ വരയ്ക്കുക, 3 ആക്സിസ് വരയ്ക്കാം. അത് എങ്ങനെയും പാസ് ചെയ്യാം കേട്ടോ. സോ 3 ആക്സിസ് വരയ്ക്കുക. X ആക്സിസ് ഉണ്ടാവും, Y ആക്സിസ് ഉണ്ടാവും, അതേപോലെ Z ആക്സിസ് ഉണ്ടാവും. സോ ഇങ്ങോട്ട് X, സോ ദെൻ Y എന്താണ്, നേരെ ഇങ്ങോട്ട്. ഓക്കെ, എങ്ങനെയും കൊടുക്കാം, വിഷയമല്ല. Z നേരെ ഇങ്ങോട്ട്. ഓക്കെ, Z നേരെ ഇങ്ങോട്ട്. സപ്പോസ് എന്താ പറയാ, ഇത് Y ആക്സിസ് ആണ്. സോ ഇവിടുത്തെ ഈ ആക്സിസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ IY, ഇത് X ആക്സിസ് ആണ്. സോ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IX, ഇത് Z ആക്സിസ് ആണ്, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IZ. ഓക്കെ, സപ്പോസ് IY-യും IX-ഉം നമുക്ക് അറിയുന്നുണ്ട് വിചാരിക്കുക, ക്വസ്റ്റ്യൻ രണ്ടും തരും. അങ്ങനെയെങ്കിൽ IZ കാണാൻ പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പ്രകാരം IZ കാണാൻ ഇക്വേഷൻ ഇതാണ്. IZ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു Z ആക്സിസ്. IZ ഈസ് ഈക്വൽ ടു IX പ്ലസ് എന്താണ് IY ആണ്. ഓക്കെ, സോ 3 ആക്സിസിൽ 2 ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ആക്സിസിനാണെങ്കിൽ രണ്ടും പ്ലസ് ചെയ്താൽ മതി. ഓക്കെ, സോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത് എന്താണ്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലെയിൻ ബോഡി. ഓക്കെ, ഒരു പ്ലെയിൻ ബോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എ പെർപെൻഡിക്കുലർ ആക്സിസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ്. അതായത് ഒരു IZ എന്ന് പറഞ്ഞതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ പെർപെൻഡിക്കുലർ ആവണം, 2 ആക്സിസും അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആവണം. അങ്ങനെയെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതാവണം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെയിം ആക്സിസ് ആൻഡ് ലൈങ് ഓൺ ദ സെയിം പ്ലെയിൻ. എല്ലാ 3 ആക്സിസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവണം. ഓക്കെ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവണം, എല്ലാം ഒരേ പ്ലെയിനിൽ സെയിം പ്ലെയിനിൽ ലൈൻ ചെയ്താൽ മാത്രമേ
ഈ ഇക്വേഷൻ കൊടുക്കാൻ പാടുള്ളൂ. രണ്ടെണ്ണം നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. മൂന്നാമത്തെ എന്ത് ചെയ്താൽ മതി, IZ is equal to IX plus IY എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ സിമ്പിൾ അല്ലേ? വളരെ 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 സിമ്പിൾ ആയ സാധനമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം, ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരിപാടി നിർത്താം. ജസ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, വല്ലാതെ നമുക്ക് കടന്നിട്ട് മല്ലി കെട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ നമുക്ക് ഇതിന്മേലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താ വെച്ചാല് പ്രത്യേകം നോക്കണം, പാരലലും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓക്കെ, ഇതിപ്പോ റിംഗ് ആണെന്നുണ്ടെങ്കിൽ നടുക്കൂടെ പോയാൽ I is equal to MR square by 2, സോറി MR square. ഓക്കെ, പിന്നെ അതേ സാധനം ഡിസ്ക് ആണെന്നുണ്ടെങ്കിലോ I is equal to MR square by എന്താണ് 2 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ മാറ്റങ്ങളുണ്ട്. പാരലൽ ആക്സിസ് തിയറത്തിന്റെ പ്രോബ്ലം ചെയ്തു, പെർപെൻഡിക്കുലർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. So this is end of our session. So thank you.